സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും ഇതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. കോഴിക്കോട് ലീഗ് ഹൗസ് റിനോവേറ്റ് ചെയ്യുന്ന സമയത്തും ഡൽഹിയിലൊരു ഓഫീസ് എന്നുള്ളത് നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ ഈ ഒരു ഫണ്ട് കളക്ഷന്റെ സമയത്ത് 10,000 രൂപ സാദിഖ് അലി തങ്ങൾ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന നൽകുകയാണ്. അതൊരു വലിയ മെസ്സേജാണ്. അതെ, ഇപ്പോഴും CHന്റെ ഒരു വലിയ സ്വപ്നമുണ്ട്. കശ്മീരിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് അത് ഏറ്റുവിളിക്കാൻ ഒരാളുണ്ടാവുന്നത് പോലെ ഇന്ത്യ മുഴുവൻ കണ്ണിമുറിയാത്തൊരു വലിയ സംഘടിത ശക്തിയായി ലീഗ് മാറുക എന്നുള്ളത് അത് ലീഗുകാരുടെ മുഴുവൻ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമാണ്. എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ്. ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇംദാദ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആളുകൾ എല്ലാവരും അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് നന്ദി പറയുന്നുണ്ട്. ഇന്ന് ആകെ ഒരു 10,000-15,000 അതിൽ ആപ്പിലായിട്ടുള്ളൂ. നമ്മളിപ്പോൾ പെരുപ്പിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ആ 15,000 രൂപ എന്ന് വെച്ചാൽ ആ കാൺപൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ ആ തെരുവിലൂടെ കൊടിയും പിടിച്ചു പോയി ഉണ്ടാക്കിയ 100-200 ആണെന്ന് വന്നാൽ പിന്നെ ഇതൊരു വലിയ മുന്നേറ്റമാണ്. വീട് തകർക്കപ്പെടുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഒരാൾക്കൂട്ട കൊലപാതകം നടന്നു, നമ്മൾ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ ഒരു ലെവൽ 2 താങ്കൾ പറഞ്ഞതുപോലെ ഇവരെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക. ഈ ഗൈഡ് ലൈൻസ് പാലിക്കാതെ പരാതി കേൾക്കേണ്ട തഹസിൽദാർ ബുൾഡോസറുമായി വീട്ടുമുറ്റത്ത് വന്ന് നിന്നാൽ ആ ബുൾഡോസറുകളെ തടയും. വീട് തകർന്നതിന് ശേഷം നിലവിളിക്കല്ല, വീട് സംരക്ഷിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് പകർന്നു കൊടുക്കുക, അവനവൻ്റെ അവകാശം ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിന് വേണ്ടത് അവരെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക എന്നാണ്. നമ്മുടെ പുതിയ ദേശീയ കമ്മിറ്റി നിലയിൽ വന്നു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും കായിദെ മില്ലത്ത് സെൻറ്റർ എല്ലാവരുടെയും വലിയൊരു പ്രതീക്ഷയായി വന്ന് ജനങ്ങളൊക്കെ വലിയ സംഭാവനകൾ നൽകി വളരെ മനോഹരമായ ഒരു ഓഫീസ് അവിടെ നിർമ്മിച്ചു. നമ്മുടെ എല്ലാ ഭംഗിയും ഉള്ള ഒരു ഓഫീസാണ്. ഏവർക്കും വന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൻ്റെ സൗന്ദര്യം എല്ലാവരും പറയാറുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പ്രകടമായ സൗന്ദര്യത്തെ ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലൂടെ കുറച്ചുകൂടി സജീവമാക്കിയ സൗന്ദര്യം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ചുമതല നമുക്കുള്ളത്. താങ്കളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആണെങ്കിലൊക്കെ നമ്മളോട് നിരന്തരം അതാണ് പറയണത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് സജീവമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശരിക്കും ഇപ്പോൾ നല്ല പിന്തുണ എല്ലാവരും തരുന്നുണ്ട്. നമ്മുടെ കമ്മിറ്റി ആളുകൾ, മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വം, സംസ്ഥാന നേതൃത്വം, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം എല്ലാവരും നല്ല രീതിയിൽ പിന്തുണ തരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പബ്ലിക്കിൽ നിന്നും നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു പിന്തുണയുണ്ട്. ശരിക്കും ഈ ഒരു പിന്തുണയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തുടർച്ചയാണല്ലോ. 2017 ആദ്യത്തെ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി ഉണ്ടാവുന്നു. അതിനു മുമ്പേ നിങ്ങൾ MSFന്റെ ദേശീയ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തു. അങ്ങനെ അതൊരു തുടർച്ചയാണ്. സാബിർ ഗഫാർ പ്രസിഡന്റ്, CK സുബൈർ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു കമ്മിറ്റി വരുന്നു. വയനാട്ടിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള യൂനുസാണ് ട്രഷറർ. പിന്നെ അതിനുശേഷം ആസിഫ് അൻസാരി പ്രസിഡന്റ്, ഫൈസൽ ബാബു ജനറൽ സെക്രട്ടറിയായും അൻസാരി മദാർ ട്രഷററായുള്ള ഒരു കമ്മിറ്റി വരുന്നു. ഞാൻ ആ കമ്മിറ്റിയിൽ അന്ന് ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഷിബു തുടക്കം മുതലേ കമ്മിറ്റിയിലുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും ഈ ടീമിലുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ഒരു കമ്മിറ്റിയാണ്. നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് മുൻഗാമികളായ ആളുകൾ ഒരു വഴി തെളിച്ച അതിനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സമയം ഉണ്ടാക്കി വെച്ചൊരു സംഘടനാ സ്ട്രക്ചർ ഉണ്ട്. അവർ അതിൻ്റെ ഒരു മൂവ് ഫോർവേഡ് എന്നുള്ള ആൾക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടി സജീവമായി അതിനെ വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ശരിയാണ് TP പറഞ്ഞു. ഈ ഓഫീസ് സത്യത്തിലെ ഓഫീസ് കായിദെ മില്ലത്ത് സെൻറ്ററിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ ഭാഗമായവരാണ്. ആ തുടക്കത്തിൽ നമ്മുടെ വലിയ എതിരാളികൾ പോലും വലിയ വിമർശനം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഓഫീസ് വരുമ്പോൾ എന്നെക്കൊണ്ടാണ് ഓഫീസ് നന്നായത് എന്ന നിലയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമം പറഞ്ഞാൽ പെർഫെക്റ്റായിട്ട് പാർട്ടി ഡൽഹിയിലൊരു ഓഫീസ് നിർമ്മിച്ചു. ഇപ്പോൾ ഈ നമ്മുടെ എല്ലാ വേളയിലും കീപ്പ് ഇറ്റ് ലൈവ് എന്നുള്ളതാണ് ലീഡർഷിപ്പ്. അതിനെ സജീവമായി നിലനിർത്തുക, സംഘടനാപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പുതിയ ഈ ഓഫീസിൻ്റെ സമയത്ത്. നമുക്ക് ഡൽഹിയിലൊരു ഓഫീസ് തുറക്കാൻ മാത്രമുള്ള ശക്തി ആയിട്ടുണ്ടോ എന്ന് നമ്മുടെ പല നേതാക്കളും നമ്മളോട് ആശങ്കയുണ്ടായിരുന്നു. ഞാനും സുബൈർക്കയും ബാബുവും ഷിബു നമ്മൾ 4 പേരും കൂടി അന്ന് കുഞ്ഞാലി സാഹിബിൻ്റെ അടുത്ത് ഇരുന്ന് ഇതിന്റെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, ഒരു ഓഫീസ് എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാകും. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്കും ഇതൊരു വലിയ ഒരു ആഗ്രഹമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. കോഴിക്കോട് ലീഗ് ഹൗസ്
റിനോവേറ്റ് ചെയ്യുന്ന സമയത്തും ഡൽഹിയിലൊരു ഓഫീസ് എന്നുള്ളത് നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതെ അതെ അതെ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് അതിൻ്റെ റിനോവേറ്റ് ചെയ്ത ഉദ്ഘാടനം നടക്കുന്ന സമയത്തും ആ അധ്യക്ഷ പ്രസംഗത്തിലും ഹൈദരാബാദ് ഷെയർ ചെയ്തിരുന്നു. ആ ഒരു വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതെ അതെ. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു വലിയ സുബല്ലാനും. പ്രാർത്ഥനയുടെയും ആഗ്രഹങ്ങളുടെയും ഒരു സഫലീകരണമാണ് ഈ ഓഫീസ്. അതെ, നമ്മളും ഇപ്പം നിങ്ങളെ കാലത്ത് MSF തുടങ്ങുന്നു, തൊട്ടു പിന്നാലെ യൂത്ത് ലീഗ്, പിന്നീട് എൻ്റെ തന്നെ കോയമ്പത്തൂരിൽ STUവിൻ്റെ കമ്മിറ്റി വന്നു, വനിതാ ലീഗിൻ്റെ കമ്മിറ്റി വന്നു. ദേശീയ തലത്തിൽ നമ്മൾ കുറച്ച് പിന്നെ ഇടപെട്ട കാലം മുതൽ ഇത് വേണമെങ്കിൽ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ എന്നൊരു ആലോചന വന്നു. പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിൽ നമ്മളത് പ്രഖ്യാപിച്ചു. പക്ഷെ ഇത്ര പെട്ടെന്ന് അതിൽ നമ്മൾ പ്രവർത്തകർ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള വലിയ പിന്തുണ, അത് ലീഗിന് മാത്രം കഴിയുന്ന ഒരു മാജിക്കാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സമാപന ദിവസത്തെ ഒരു ആവേശം, അത് അന്ന് TP ഒക്കെ അതിലുണ്ടായിരുന്നതാണല്ലോ. നിങ്ങളത് എങ്ങനെയാണ് അത് ഓർക്കുമ്പോൾ ഒരു അതിൽ പിന്നെ ഒരു വൈകാരികമായൊരു രംഗം എന്ന് പറയുന്നത്, പൊന്നാനിയിലൊരു നിയോജകമണ്ഡല കൺവെൻഷൻ നടക്കുകയാണ്. ഫൈസൽ ബാബു വളരെ മനോഹരമായി ഇതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു വനിതാ ലീഗിൻ്റെ ഒരു പ്രവർത്തക വളയൂരിയും കൊടുത്തു. നമുക്കിതൊക്കെയുള്ള അനുഭവം എന്ന് പറയുന്നത് മതപ്രഭാഷണങ്ങളുടെ ആ ഒരു സമയത്ത് പള്ളിക്ക് മദ്രസക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾ കൊടുത്തതുണ്ട്. രാഷ്ട്രീയ പാർട്ടി ഒരു ഓഫീസ് നിർമ്മാണം നടത്തുന്നു, അതിൻ്റെ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് അത് സംഭവിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഈ ഒരു നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളോടുള്ള ഈ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിരുന്നു. അതേപോലെ തന്നെയാണ് ഓരോ നമ്മൾ പ്രതീക്ഷിച്ച എമൗണ്ട് ലക്ഷങ്ങൾ മാറുന്നത് പോലെയാണ് കോടികൾ മാറിക്കൊണ്ടിരുന്നത്. അവസാനം ഒരു ലൈവ് സെഷൻ ചെയ്യാന്ന് പ്ലാൻ ചെയ്തു. ആ സമയത്ത് ആളുകളിങ്ങനെ പൈസ എത്രയാണ് വേണ്ടതെന്നുള്ള രൂപത്തിൽ അതിങ്ങനെ വിളിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് അതിൻ്റെ ഒരു കാഴ്ചക്കാരനാണ്. എനിക്കന്ന് നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട്ടിലിരുന്നത് കാണുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തവണ്ണം ആവേശം കൊണ്ടുപോയ ഒരു ദിവസമായിരുന്നു. ശരിക്കും അന്ന് വളരെ കുറച്ച് ആളുകൾ തമ്മിലാണ് അത് പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ അതിലേക്ക് എല്ലാ നേതാക്കന്മാരും ലൈവ് കണ്ട് ആളുകൾ വരുന്നു, സാധാ പ്രവർത്തകർ വരുന്നു. ആ ഒരു ഹോള് ശരിക്കും ഒരു ജനനിബിഡമായി. പിന്നീട് ആ ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അത്ര വൈകാരികമായ ആളുകളായിരുന്നു അതിൻ്റെ ഒരു. ആളുകൾ ഇതിനെ വളരെ താല്പര്യത്തോടെയും ഇത് നമ്മൾ മൊത്തം ഈ രാജ്യത്ത് ഉയർത്തേണ്ട ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതും ഒരു ബോധ്യത്തിലാണ്. അത് അവിടുന്നാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കൂടി വർദ്ധിക്കുന്നു. ആളുകൾക്ക് അതൊരു കെട്ടിടമല്ല എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി സജീവമായ ഒരു രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ ആലോചനകൾ, അതെനിക്ക് തോന്നുന്നു TP നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു തേട്ടം എന്ന നിലയ്ക്ക്, വിശേഷിച്ച് കേരളത്തിലൊക്കെയുള്ള ഈ മനുഷ്യർ, അതിന് ഉത്തരേന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടുത്തെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു ജീവിതാനുഭവങ്ങൾ, അതിൽ നിന്നാണല്ലോ ലീഗ് ഉത്തരേന്ത്യയിൽ ശക്തിപ്പെടണമെന്നുള്ള തീവ്രമായൊരു ആഗ്രഹം ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ MSFലുള്ളപ്പോഴും നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്. നമ്മുടെ ടീമിൽ പ്രവർത്തിച്ച ബാക്കിയുള്ളവരുണ്ട്, സുബർക്കുണ്ട്, ബാബു ഉണ്ട്, ഒട്ടേറെ ആളുകൾ, ഷാക്കർ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ സജീവമായി ഇടപെട്ടവരുണ്ട്. നമ്മുടെ ആ ഉത്തരേന്ത്യൻ അനുഭവങ്ങളിൽ നിന്നാണല്ലോ ഈ നമ്മൾ അന്ന് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഖായിദ് മില്ലത്ത് സെൻറ്റർ എന്ന ആലോചന വരുന്നത്. അതിപ്പോൾ യാഥാർത്ഥ്യമായി. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി ഖായിദ് മില്ലത്ത് സെൻറ്ററിൽ നിന്ന് മുസ്ലിം ലീഗും യൂത്ത് ലീഗും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ആലോചനയും ഒരു ആകാംക്ഷയൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ. നമ്മൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തു പോകുന്നുള്ള ഒരു വലിയ ചോദ്യമല്ലേ. നമ്മളിപ്പോൾ ഈ സെപ്റ്റംബർ 11 നടത്തിയ ലോക്തന്ത്ര സംരക്ഷണ മാർച്ച്, ഇപ്പോൾ വോട്ട് ചോരി, അതുപോലെ തന്നെ SIR, ഇതിൻ്റെയൊക്കെ നേരിട്ടുള്ള ഇരകൾ ഒന്നാമത്തത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. പിന്നെ ദളിത് കമ്മ്യൂണിറ്റിയാണ്, മറ്റു പിന്നാക്ക വിഭാഗക്കാരാണ്. പിന്നെ BJP ഇതര എല്ലാവരെയും പിന്നെ അവരതിൽ ടാർഗറ്റ് ചെയ്യുന്നു. അവർ മാത്രമാകുന്നൊരു ഇന്ത്യ, അതാണ് അവരുടെ സ്വപ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വോട്ട് ചോരി വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവരുമ്പോൾ, SIRനെതിരെ വലിയ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ഇരകളാക്കപ്പെടുന്ന വിഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്കതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് നമ്മളന്ന് ലോക്തന്ത്ര സംരക്ഷൺ മാർച്ച് പ്രഖ്യാപിക്കുന്നത്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിജയം. നമുക്ക് ആ സംഘടനാപരമായി നമ്മുടെ ഒരു ശക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2017 മുതൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഒരു വിളവെടുപ്പ്, ശരിക്കും ഒരു 20-ൽ താഴെ മലയാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നേതാക്കന്മാരെ ആളുകളും ഡൽഹിയിലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം 400-ന് പുറത്ത് ആ രീതിയിൽ ആളുകൾ പങ്കെടുത്തു. ഇത് സൂചിപ്പിക്കുന്നത് അതിശക്തമായി രാഷ്ട്രീയം പറഞ്ഞ്
ഈ അവരെ അഡ്രസ്സ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് പറഞ്ഞ് അവരെ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ബീഹാറിലെ സജ്ജാദ് ഹുസൈൻ അക്തർ അവിടുത്തെ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത മാർച്ച് അത് ബീഹാറിലാണെന്ന് പ്രഖ്യാപിക്കുന്നത്. കിഷൻഗഞ്ചിൽ വെച്ച് നമ്മൾ ഒരു 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള SIR-നെതിരെ അതിശക്തമായ ഒരു റാലി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒക്ടോബർ അവസാനത്തോടുകൂടി നമ്മളത് നടത്തി. അപ്പോൾ ആ അർത്ഥത്തിൽ റാലികളും പൊതുയോഗങ്ങളും ഇതുപോലെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമൊക്കെയായി ശക്തമായി മുന്നോട്ട് പോകും. കേരളത്തിലേതുപോലെ ദൈനംദിനം രാഷ്ട്രീയം പറയുന്ന ആ രാഷ്ട്രീയം അങ്ങാടിയിൽ നിന്നൊരു ഭയമില്ലാതെ ആളുകളോട് വിളിച്ചു പറഞ്ഞ് അവരെ സംഘടിപ്പിക്കുന്ന, അവരുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന, രാഷ്ട്രീയം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവജന സംഘടനയാക്കി ഉത്തരേന്ത്യയിൽ യൂത്ത് ലീഗിനെ മാറ്റി തീർക്കുക എന്നതാണ് നമ്മുടെ വർക്കുള്ള ഒരു ഫ്രെയിം ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തത്. ഇതിന് വേറൊരു കാര്യം കൂടി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാക് വിഭജനം നടന്നൊരു കാലം 1947 ആ ഒരു വിഭജനം ഉണ്ടാകുന്നു. അതിനുശേഷം 1948 ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം ഉണ്ടാകുന്നു. അപ്പോൾ ആ സമയത്ത് കായിദമില്ലത്ത് രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്നുള്ള വലിയൊരു മുദ്രാവാക്യം കൊടുക്കുകയാണ്. അതെന്താണെന്നുള്ളത് പറഞ്ഞു. അതേസമയം നമ്മൾ അവിടെ ഈ ഒരുപാട് മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരെ നമ്മൾ ആ രീതിയിലൊക്കെ അവിടെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു രാഷ്ട്രീയം പറയുകയും അതിൻ്റെ സംഘാടനത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും അത് നോർത്ത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ വിജയിക്കുകയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവുകയും അതുവഴി ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്ത അതൊരു വലിയൊരു മെസ്സേജാണ്. അപ്പം ഇന്ന് ഒരുപക്ഷെ അത്രത്തോളൊന്നും ഭീതിതമായൊരവസ്ഥ ഇന്ത്യയിലില്ല. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു, അമിത്ഷാ ഉണ്ട്, യോഗി ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശക്തമായ ഒരു ഭരണഘടനയുണ്ട്, മതേതര ജനാധിപത്യ വിശ്വാസികളുണ്ട്, നമ്മളുടെ കോടതി ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അന്നത്തെ പോലെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ എന്നിട്ടും അന്ന് ആ മുദ്രാവാക്യം ഉയർത്തി എന്നുള്ളത് ഇന്നിപ്പോൾ പലരും നമ്മുടെ നാഷണൽ ലെവലിൽ വർക്കിന് പോകുമ്പോൾ പലരും അതിനെ ആശങ്കയോടുകൂടി കാണാറുണ്ട്. ഇപ്പോൾ കുറേ പേർ ജയിലിൽ കിടക്കുകയില്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, കേരളത്തിലേതുപോലെ അല്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു രാഷ്ട്രീയം അതിശക്തമായി പറയാൻ 1948 ഒരു ഭീതിതമായൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് നമ്മളെ അലേർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റികളെ, പിന്നാക്ക വിഭാഗങ്ങളെ ഇവരുടെ ഈ ഡ്രാക്കോണിയൻ ലോകൾ അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് നമ്മളിത് പറയൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് QMCയെ ബേസ് ചെയ്തുകൊണ്ട് അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മളൊരു സർഗാത്മക യുവജന സംഘടന എന്ന രീതിയിൽ നമുക്ക് യുവാക്കളോടുള്ള നിരവധിയായ കമ്മിറ്റ്മെൻറ്റുകളുണ്ട്. അവരെ നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റണം, വിദ്യാഭ്യാസമുള്ളവർക്ക് നല്ല കരിയർ ഉണ്ടാവണം. ഇന്ത്യയിലെ ഗവൺമെൻറ് ജോലി നൽകുന്ന കാര്യത്തിലൊക്കെ വളരെ പിറകിലാണ്. സർക്കാർ നിയമനങ്ങളൊന്നും തന്നെ നടക്കാത്ത വലിയ പാളിച്ചകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഉള്ള സർവീസ് കമ്മീഷനുകളിലേക്കെല്ലാം നമ്മുടെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം, ജോബ് ട്രെയിനിങ് നമുക്ക് നൽകിക്കൊണ്ട്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് നൽകിക്കൊണ്ട്, എന്റർപ്രണർഷിപ്പിലേക്ക് നൽകിക്കൊണ്ട്, പൊളിറ്റിക്സിന്റെ അതിശക്തമായ ബേസിൽ അവരെ നിർത്തുമ്പോഴും അവരുടെ മറ്റുള്ള മേഖലകൾ ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ മെന്റർ ആയി നിൽക്കുന്ന ഒരു യുവജന സംഘടനയായി തീർച്ചയായിട്ടും നമുക്ക് സംഘടനയെ മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഒരു ജൻസി കാലഘട്ടമാണ്. രാഷ്ട്രീയത്തോട് വിരക്തിയുണ്ട് എന്ന് പലരും പറയുമ്പോഴും പക്ഷെ അവർ രാഷ്ട്രീയത്തോട് വളരെ അവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രസ് മീറ്റ് അത് ഇന്ത്യയിൽ എത്രയോ ചെറുപ്പക്കാർ കണ്ടു. ട്വിറ്ററിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കോൺഗ്രസിന്റെ ഫോളോവേഴ്സ് വർദ്ധിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് അവർക്ക് അവരുടെ ഭാഷയിൽ പറയാൻ സാധിക്കും, കേൾക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണെന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടി പുനർനിർമ്മിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോകാം. നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അന്ന് 48 ഇതിനേക്കാൾ ഭീതിതമായ കുറെ കൂടി വയലൻ്റായ ഒരു വിഭജനാനന്തര കലാപങ്ങളുടെ ഭീകരമായൊരു അന്തരീക്ഷത്തിലാണ് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ സന്ദേശം ഉയർത്തുന്നത്. അതിനുശേഷം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ ഓരോന്നോരോന്നായി, കോടതിയാവട്ടെ ഭരണഘടനയാവട്ടെ, ഇവിടെ മനുഷ്യർക്ക് തുല്യാവകാശം ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റം ഏറിയും കുറഞ്ഞൊക്കെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു.
കോൺഗ്രസ് അതിന് വലിയ പങ്കുവഹിച്ചൊരു പാർട്ടിയാണ്. പക്ഷെ നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ 2016-17 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള 2014 മുതൽ ഇന്ത്യയുടെ കാര്യങ്ങളിൽ വരുന്നൊരു മാറ്റമുണ്ട്. പുതിയ കൃത്യമായ മതത്തിൻ്റെ പേരിൽ മനുഷ്യരുടെ പൗരാവകാശങ്ങൾ വേർതിരിക്കുന്ന ഒരു പൗരത്വ നിയമം രാജ്യത്ത് വരുന്നു. ഇപ്പോൾ വഖഫ് നിയമം വരുന്നു. 2016 മുഹമ്മദ് അഖ്ലാഖാണ് മോദി ഇന്ത്യയിൽ ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതകം. അതൊരു പുതിയ, നേരത്തെയും അത്തരം സംഗതി മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു ന്യൂ ബ്രാൻഡ് ഓഫ് കമ്മ്യൂണൽ വയലൻസ് രൂപപ്പെടുന്ന അന്നാണ്. പിന്നീട് നമ്മുടെ ഇടപെടലുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ ഒരു വലിയ ചലഞ്ചായിരുന്നു അത്. ജുനൈദ് പിന്നെ ക്രൂരമായി കൊല്ലപ്പെട്ട ആ സന്ദർഭം TPക്ക് ഓർമ്മയുണ്ടാവും. അന്ന് ഒരു വലിയ പെരുന്നാളിൻ്റെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് MP മാരടങ്ങുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി. അപ്പോൾ ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പൗരത്വ നിയമം, ഡൽഹി വംശഹത്യ, ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഏറെയും കുറഞ്ഞൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. നമ്മൾ വെറുതെ ഇരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയാത്തവണ്ണം MSF യൂത്ത് ലീഗൊക്കെ അന്ന് സജീവമായി ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഈ ജുനൈദിൻ്റെ വീട്ടിൽ നമ്മൾ സന്ദർശനം നടത്തുന്നു. പിന്നീട് ജുനൈദിൻ്റെ സഹോദരൻ പങ്കെടുത്തി കോഴിക്കോട്ട് മുതലക്കുളത്തൊരു റാലി TPക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു കാലം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ, ആ തുടക്കം മുതൽ ഇങ്ങോട്ട് നമ്മളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്ന് വിശദീകരിക്കാം. ആ ഒരു നമ്മളിപ്പോൾ ഒന്ന് ഈ ജുനൈദിൻ്റെ വിഷയത്തിൽ തന്നെ എല്ലാവരുടെയും ഒരു പ്രതിനിധി സംഘം അവിടേക്ക് പോയി. നമ്മുടെ MP മാരുണ്ടായിരുന്നു, ET മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ PV അബ്ദുൽ വഹാബ് തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. റിയാദ് KMCCയുടെ ആളുകളും അന്ന് അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് വന്നു. നമ്മൾ ജുനൈദിന്റെ വീട്ടിൽ പോയപ്പോൾ അപ്പോഴാണ് അവിടുത്തെ ഒരു വീടിന്റെ ഒക്കെ ഒരു അവസ്ഥയും, നിറയെ മക്കള്, അതില് അവന്റെ പിതാവ്, അയാള് റിക്ഷ ഡ്രൈവറായിരുന്നു. ഈ ഏകദേശം ഒരു 30 വർഷമായിട്ട് ഒരാളുടെ റിക്ഷ ഓടിച്ച് കിട്ടുന്ന തുച്ഛം വരുമാനത്തിലാണ്. അന്ന് ആ റിയാദ് KMCCന്റെ ആളുകൾ അവർ സഹായിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച തുകയും ബാക്കി തുകയും വെച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ മാരുതിയുടെ ഗുഡ്ഗാവിലെ ഓഫീസിലേക്ക് വഹാബ്ക വിളിച്ച് ഒരു ഈക്കോ വാഹനം, നാഷണൽ ഗ്രീൻ അവര് ഒരു ഈക്കോ വാഹനം ഉടൻ തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി മറ്റൊരാളുടെ വാഹനം ഉപയോഗിക്കേണ്ട, നിങ്ങൾക്ക് സ്വന്തമായി കുടുംബത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഇതാ ഒരു വാഹനം തരുന്നു. നിറകണ്ണുകളോടെയാണ് അവരത് സ്വീകരിക്കുന്നത്. പിന്നീട് അവർ അതിൻ്റെ ഒരു നന്ദി പ്രകടനം എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടി ജുനൈദിന്റെ ഉമ്മ പിന്നീട് പാണക്കാട് വന്നു, ഹൈദരലി ശബ്ദങ്ങളെ കണ്ടു. അത് ഒറ്റൊരു കാര്യം എടുക്കുക. അന്ന് കുഞ്ഞൽ സാഹിബ് അഹമ്മദ് സാഹിബിന്റെ മരണശേഷം കുഞ്ഞൽ സാഹിബ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ലോക്തന്ത്ര സംരക്ഷണത്തിന് മാർച്ചിന്റെ അതിന്റെ ഇതിലോടും ഈ ഫേസ്ബുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുമല്ലോ, അന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അന്ന് നമ്മൾ പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ, എൻ്റെ ഓർമ്മയിൽ നേരത്തെ ആദ്യത്തെ ഒരു പാർലമെന്റ്. അന്ന് ഈ ജുനൈദിന്റെ ഗ്രാമം ഒന്നടങ്ങ്, അത് 2017 സെപ്റ്റംബർ 11 എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാർച്ചിന് കൃത്യം 8 വർഷം മുമ്പാണ് അന്ന്. അപ്പോൾ അന്ന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു എന്ന് വെച്ചാൽ രാഷ്ട്രീയ പോരാട്ടം കൂടി നടത്തി. പിന്നെ TP പറഞ്ഞതുപോലെ നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് സാധ്യമാവുകയും ചെയ്തു. എന്നിട്ട് പാണക്കാട്ട് വന്നത് താങ്കൾ അവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അല്ല, അത് അവര് ഒരു നന്ദി സൂചകം എന്ന രീതിയിൽ അവര് വരുന്നു. അവര് പിന്നെ നമ്മുടെ പല പരിപാടിയിലും നിരന്തരമായ സൗഹൃദമായി നമ്മൾ അതോടൊപ്പം തന്നെയാണ് രോഹിത് വെമുലയുടെ ഒരു പിന്നെ അന്ന് മർഡർ എന്ന് അതിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. രോഹിത് വെമുല ആത്മഹത്യ ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതൊരു ആത്മഹത്യയല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് എന്നാണ് അത് നമ്മളെല്ലാവരും ആ കാലഘട്ടത്തിൽ മുഴുവനും പറഞ്ഞത്. അത് അവരുടെ കുടുംബത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അത് വെറും ഒരു സപ്പോർട്ട് എന്ന രൂപത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇലക്ഷൻ വരെ അന്ന് മുതൽ തുടങ്ങിയ ഒരു അസോസിയേഷൻ, അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് MSFനും ലീഗിനും ഒക്കെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബന്ധം കൂടി സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ അന്ന് മുതൽ വളരെ ശക്തമായി അംബേദ്കർ രാഷ്ട്രീയത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ജയ് ഭീം എന്നുള്ളത് ഒരു മുദ്രാവാക്യമായി വന്നു. പുതിയ മാറ്റേണ്ട ഒരു കാലമാണ്. നീൽ സലാം, അസ്സലാം, ഇൻകുലാബ് എന്നൊക്കെയുള്ള പുതിയ ടേമുകൾ വന്നു. പുതിയ തലമുറ അത് ഏറ്റെടുത്തതൊക്കെ അതിനായിട്ടുള്ള മാറ്റമാണ്. TP MSFന്റെ പ്രസിഡന്റാണ് ഞാനതിൽ. ഇപ്പൊ ഈ രോഹിത് വെമുല ഈ മോദി ഒരു തരംഗം പോലെ വിജയിച്ചു വരുമ്പോൾ 2014-2016 കാലയളവിൽ ഇയാൾ എങ്ങനെ നേരിടുന്ന രാഷ്ട്രീയക്കുഴപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സെക്യുലർ കമ്മ്യൂണിറ്റിക്ക് ആകെ ഉണ്ടായിരുന്നു. ഒരുപാട് രോഹിത് വെമുലയുടെ ആത്മഹത്യ നടക്കുന്നു. പിന്നീട് ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഗജേന്ദ്ര ചൗഹാനെ മറ്റോ
അന്ന് വെച്ചാൽ അന്ന് മുതലാണ് മോദിക്കെതിരെ ക്യാമ്പസുകൾ കത്തിത്തുടങ്ങുന്നത്. MSF ഉത്തരേന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കടന്നു ചെല്ലുന്നൊരു കാലം കൂടിയാണത്. അന്ന് നടത്തിയ ഇടപെടലുകളുടെ റിസൾട്ട് ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഇത്തവണത്തെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇലക്ഷനിൽ അതെ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് 2ാം സ്ഥാനത്ത് MSF ആണ്. അതെ 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 അത് ജയിക്കുമായിരുന്നു. വളരെ ദൗർഭാഗ്യകരമായ ചില പിടിവാശികൾ മൂലം SFI ഈ ASAയും അതുപോലെ തന്നെ ഐസയും MSFും ഫ്രട്ടേണിറ്റിയും എല്ലാം ചേർന്നുണ്ടാക്കിയ ഒരു മുന്നണിയിൽ അവരംഗമാകാൻ തയ്യാറായില്ല. അവരുടെ ആ ഒരു കടുംപിടുത്തത്തിൽ ഇപ്പോഴും ഇന്ത്യയിൽ ഫാസിസം വന്നോ നവഫാസിസമാണോ എന്ന ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ആംഗിളിൽ ഒരുപക്ഷെ ഇപ്പോഴും അവരുടെ ഒരു കോംപ്ലക്സ് ആണ്. MSF ഒക്കെ ഉള്ളൊരു മുന്നണിയിൽ വന്നാൽ അത് അവർക്കൊരു കുറച്ചിലല്ലേ, കേരളത്തിൽ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉള്ളതാണ്. നമ്മളൊരിക്കലും തന്നെ ഒരു മുന്നണിയായി മത്സരിക്കുന്നതിന് അവിടെ ഒരു കുറച്ചിലായിട്ടോ മറ്റോ അല്ല കാണുന്നത്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഇത്തവണത്തെ റിസൾട്ട് തിരിച്ചാകുമായിരുന്നു. പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവം. പിന്നെ അതിനുശേഷം ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് പിന്നെ അൽവാറിലെ മുഹമ്മദ് ഉമർ ഖാന്റെ അവർക്ക് നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുത്തു. സുബൈർക്കയും ഒക്കെ ചേർന്ന് അതിന്റെ ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ അത് കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി അത് ഇവിടെയാണ് അവിടെ പോയി. അത് ഉത്തർപ്രദേശിലെ ഹാപ്പൂരിൽ നമ്മളിങ്ങനെ ഒരു, അതായത് യഥാർത്ഥത്തിൽ നമ്മളെ TP ഹാപ്പൂരിൽ നമ്മളെല്ലാം ചെല്ലാനുള്ള കാരണം അവിടെ ഈ കാസിം ഖുറേഷി എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വയലിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ്. അതായത് ഈ വയലിൽ ഇദ്ദേഹത്തെ ഈ ആൾക്കൂട്ടം ക്രൂരമായി, കൂടെ സമീദ്ദീൻ അൻസാരി എന്ന് പറയുന്ന വൃദ്ധനുണ്ട്, ഈ മനുഷ്യൻ മരിക്കുന്നത് വരെ അടിക്കുന്നു, അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. പോലീസ് അവിടെ വരുമ്പോൾ ഈ മരിച്ച ബോഡി വയലിൽ വെച്ചാണ് മരി, അവിടെ ഇടാൻ കഴിയില്ല. ഒരു ആംബുലൻസ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ പോലീസ് ഓഫീസർമാർ നോക്കി നിൽക്കെ ഈ കൊല്ലാൻ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തോട് തന്നെ ഈ ബോഡി നീക്കം ചെയ്യാൻ സഹായിക്കണം ആവശ്യപ്പെടും. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഈ വയറിൻ്റെ ഇവിടെ ഒരു കയറിട്ടിട്ട്, പക്ഷേ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഏലസ വിളിച്ച് തടി വലിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ മനുഷ്യൻ്റെ ഭൗതിക ശരീരം ഈ വയലിലൂടെ വലിച്ചു കൊണ്ടുവരുന്ന ചിത്രം, അതിനോടത്തെ പോലീസുകാർ അകമ്പടി നടന്നു പോകുന്ന ചിത്രം കണ്ടിട്ടാണ് നമ്മളിന്ന് ഹാപ്പൂരിലെത്തുന്നത്. ആ വീട്ടിൽ ചെല്ലുമ്പോൾ സുബൈർക്കുണ്ട്, ബാബു, നമുക്ക് ഇന്നും ആസിഫ് അൻസാരി ഉണ്ടെന്ന്. ഒറ്റ മുറിയാണ്, അദ്ദേഹത്തിന് 3-4 മക്കളുണ്ട്. അതിൻ്റെ മൂലയിലൊരു തുണി വലിച്ചു കെട്ടി അതിൻ്റെ മറവിൽ ആ സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം. അപ്പോഴും പ്രശ്നമാണ്, ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല. നിങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കുമെങ്കിൽ ഞങ്ങൾ സ്ഥലം കൊടുക്കാമെന്ന് അവിടെ ഒരു ഹോട്ടലൊക്കെ നടത്തുന്ന സാമാന്യം ജീവിക്കാൻ ചുറ്റുപാടുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്ഥലം കൊടുക്കാൻ തയ്യാറാവുന്നു. ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവരെ നമ്മൾ അറിയിക്കുന്നു. അവരുടെ വീട് നിർമ്മാണം പൂർത്തിയാക്കി ആ താക്കോല് അത് ഹാപ്പൂരിലാണ്. ഇപ്പോഴും ആ വീട്ടിൽ ആ മനുഷ്യരെ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് അവർക്കൊരു വരുമാനം, ഭാവിയിലൊരു ഷോപ്പൊക്കെ വാടകയ്ക്ക് കൊടുക്കാവുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ. ഹത്രാസിലെ പെൺകുട്ടിയുടെ, അതെ അതെ, അന്ന് ഹത്രാസ് നമ്മൾ സന്ദർശിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ്. നമ്മളന്ന് ഹത്രാസിലേക്ക് പോകുമ്പോൾ പലരും പോകണ്ടെന്ന് വിളിക്കായിരുന്നു. നമ്മളെല്ലാവരും കാപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മറ്റാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഖുറം അനീസ് ഉമർ ഉണ്ട്, ആസിഫ് അൻസാരി ഉണ്ട്, സുബൈർ ഉണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്, സാജു ഉണ്ട്, അങ്ങനെ MSF യൂത്ത് ലീഗിന്റെ സംയുക്ത ടീമായിരുന്നു. നമ്മളന്ന് പിന്നെ അവിടെ പോകുന്ന സമയത്ത് പിന്നെ വഹാബ് ഖാന്റെ MP വാഹനം ത്തിലാണ് നമ്മൾ പോകുന്നത്. അതിനൊരു ആനുകൂല്യം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അവർ ചെന്ന് നമ്മളോട് അവിടുത്തെ പോലീസുകാര് ഇതില് പിന്നെ ആരൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു, പേരുകളും ഒക്കെ പറഞ്ഞ് ഡൽഹിയിലുള്ളവരും കേരളത്തിലുള്ളവരും ഒക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് ആരാണ്, എവിടെയാണ്, എന്താണെന്നൊക്കെ പോലെ ചോദിച്ചു. നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ചും ഒക്കെ പറയുന്നു, നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കുന്നു, നമ്മുടെ റെപ്രസെന്റേഷൻ MP-മാര്, അതുപോലെ തന്നെ മറ്റുള്ള ആൾ പറയുമ്പോൾ അവർ നമ്മളെ പിന്നെ അകമ്പടി ആയി കൊണ്ടുപോവുകയാണ്. മുസ്ലിം ലീഗ് അല്ലാത്ത മറ്റു പല രാഷ്ട്രീയ പാർട്ടിന്റെ പ്രതിനിധികളൊക്കെ അവിടെ വന്നു. പക്ഷെ അവരെ ആരെയും അവര് കയറ്റി വിടുന്നില്ല. അന്ന് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു അവരുടെ ഒരു സർവൈലൻസിലാണ് ആ ഏരിയ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് 2.5 കിലോമീറ്ററോളം നടന്ന് ആ ഒരു ഇരു സൈഡിലും പിന്നെ വലിയ രീതിയിൽ ഇങ്ങനെ കരിമ്പുൻകാടുകൾ അവിടെയാണ് ആ കുട്ടിയെ അവര് ക്രൂരമായി ഉപദ്രവിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കരമായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ വെറുതെ അങ്ങ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് വിജയിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെ അങ്ങ് വിജയിച്ചതല്ല, പെട്ടെന്നുണ്ടായതല്ല. നമ്മള് 2016 മുതൽ നിരന്തരമായ നേതാക്കന്മാരും എല്ലാവരും ഉണ്ടാക്കിയ ഒരു ശക്തമായ ഇടപെടലിന്റെ ഭാഗം വേണ്ടത്. അപ്പൊ അത് അതിന്റെ കൂടെ പറയാനുള്ള കാരണം ഇപ്പൊ ഈ അടുത്ത്
പിന്നെ KT ജലീൽ യൂത്ത് ലീഗിന്റെ ഫണ്ട് കളക്ഷനെ കുറിച്ചും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഇതൊക്കെ ആളുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സംസാരിക്കുന്ന ഇപ്പോഴത്തെ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ യൂത്ത് ലീഗിന്റെ ദേശീയ കൺവീനറാക്കി നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷം അതിൽ അദ്ദേഹം സംതൃപ്തനായില്ല, അദ്ദേഹം പ്രവർത്തിച്ചില്ല. അദ്ദേഹം പിന്നീട് 2005 മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് അതിൽ നിന്നൊക്കെ ഒഴിവായിട്ടാണ് പിന്നീട് ഇടതുപക്ഷമൊക്കെ അതിൽ സഹകരിക്കുന്നത്. അന്നത്തെ യൂത്ത് ലീഗിന്റെ ഒരു ചിന്തയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അവിടുന്ന് യൂത്ത് ലീഗ് എത്രത്തോളം വളർന്നു, എത്രത്തോളം ഇതിന്റെ ഒരു മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പ്രചാരം വന്നു, എത്ര ആളുകൾ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നുമില്ല. നമുക്കിന്ന് 14 സ്റ്റേറ്റിൽ ശക്തമായ കമ്മിറ്റികളുണ്ട്, നിരവധി ജില്ലകളിൽ കമ്മിറ്റികളുണ്ട്. അതിശക്തമായി പോകുന്ന ഒരു ഓർഗനൈസേഷനായി നമ്മൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമ്മുടെ പല പരിപാടികളും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഴയ ഒരു കണ്ണട വെച്ചുകൊണ്ട് തന്നെ സംഘടനയെ നോക്കിക്കാണുന്ന ഒരു ദാരുണമായൊരവസ്ഥ. ശരിക്കും ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇപ്പോൾ ആരാണെങ്കിലും, ഇപ്പൊ നമ്മൾ DYFIയെയോ നമ്മൾ യുവമോർച്ചയെയോ യൂത്ത് കോൺഗ്രസിനെയോ ഒന്നും പഴയൊരു 10 കൊല്ലം മുമ്പത്തെ സംഘടനയായിട്ടൊന്നല്ലല്ലോ വിലയിരുത്തണം. അതിപ്പോ നമ്മളൊരു യുവജന സംഘടന ആളുകളല്ലെങ്കിൽ പോലും ഒരു സംഘടനയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ മെറിറ്റ് നമ്മൾ മെറിറ്റായി തന്നെ കാണണം. ഡ്രോബാക്സ് നമുക്ക് അങ്ങനെ ആ രീതിയിൽ കാണാം. പക്ഷെ ഇത് ഒരു വളരെ മോശമായി ബ്ലെയിം ചെയ്തങ്ങ് പോകുക എന്നുള്ളതാണ്. അപ്പൊ അവിടുന്നൊക്കെ യൂത്ത് ലീഗ് ഒരുപാട് മാറി എന്നുള്ളത് കൂടി നമുക്ക് സാന്ദർഭികമായിട്ട് അദ്ദേഹത്തെ ഒന്ന് ഉറപ്പെടുത്താം. അല്ല, ഈ ഇംദാദ് ക്യാമ്പയിൻ ഇപ്പോ അതിജീവനത്തിന്റെ രാഷ്ട്രീയത്തിന് കരുത്ത് പകരുക. ആ ക്യാമ്പയിൻ നിങ്ങൾക്ക് അറിയാം, നമ്മളത് ആരംഭിച്ചു. ആദ്യത്തെ 1 മണിക്കൂർ 5 ലക്ഷം കടന്നു. ആദ്യ ദിവസം 10 ലക്ഷം പൂർത്തിയാക്കി. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മൂപ്പര് ഇപ്പോൾ നിരന്തരമായി ഈ ലീഗിൻ്റെ ഫണ്ട് കളക്ഷൻ്റെ ബാക്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൊണ്ടാണ് മൂപ്പര് ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റോ ഇംദാദിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇവർ നോർത്ത് ഇന്ത്യയിൽ യൂത്ത് ലീഗ് ഉണ്ടാക്കാൻ പോകുമായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ മൂപ്പരൊരു തനത് പരിഹാസമാണ്. മൂപ്പര് സ്ഥിരം സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ പുച്ഛവും പരിഹാസമാണല്ലോ. അപ്പോൾ ആ കൂടെ മൂപ്പര് തിരിച്ചറിയാത്തൊരു കാര്യം, മൂപ്പര് അന്ന് TP തന്നെ പറഞ്ഞതുപോലെ ഈ ദേശീയ യൂത്ത് ലീഗിൻ്റെ കൺവീനറാക്കിയപ്പോൾ എന്നെ തരം താഴ്ത്തിയതാണെന്ന് പേടിച്ചിട്ട് പിന്നെ 1/2 മിനിറ്റ് ആലോചിച്ച് നോക്കിയതാതെ പാർട്ടി വിട്ട ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മളിപ്പോൾ ഈ ജോലി പാർട്ടി ഏൽപ്പിക്കുമ്പോൾ അതൊരു പാഷനേറ്റായിട്ട് ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്ന ഒരു ടീമിൻ്റെ നേരത്തെ ഉണ്ടായിരുന്നവരുടെ ഒരു ദൗത്യത്തെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം ഇന്നലെ TPക്ക് ഓർമ്മയുണ്ട്, ഇന്നലെയാണ് നമ്മുടെ കളക്ഷൻ ആരംഭിച്ച ആ ദിവസം. ഉത്തർപ്രദേശിലെ ഇപ്പം നമ്മളിപ്പം പോയി പുനഃസംഘടനയുടെ ഭാഗമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കിയ കാൺപൂർ, ആ കാൺപൂരിലെ പൗരത്വ സമരകാലത്ത് നിങ്ങൾ പോയതാണ്. ഒരു റൂം കിട്ടാൻ പ്രയാസപ്പെട്ട അനുഭവം ഉണ്ട്. ഇവിടെ കാൺപൂരിൽ 6 പേരെ മറ്റോ UP പോലീസ് വെടിവെച്ചു. അന്ന് റൂമിന് വേണ്ടി ഞങ്ങളിങ്ങനെ ചെല്ലുന്ന സമയത്ത് ID കാർഡും മറ്റും കൊടുക്കും, റൂം തരില്ല. അതെ, ഒരു 6-7 ഹോട്ടൽ മാറി അന്ന് കയറി ഇറങ്ങി വന്നത്. അവിടെ അന്ന് പിന്നെ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ കൊല്ലപ്പെടുകയുണ്ടായി. അഫ്താബ് എന്ന പേരിലുള്ള പ്രവർത്തകൻ. ഭയങ്കരമായ രീതിയിൽ വെടിവെപ്പും അതുപോലെ തന്നെ അക്രമങ്ങളും കലാപങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണത്. ആ ഒരു സാഹചര്യത്തിൽ ചെല്ലുന്ന സമയത്ത് പല സ്ഥലത്തും ഇവരിങ്ങനെ വെടിയുണ്ട ഏറ്റുകിടക്കുന്ന കടകൾ, അതുപോലെ തന്നെ ഈ ഡ്രമ്മുകളും മറ്റുമൊക്കെ ആയിട്ട് റോഡിൽ ഇങ്ങനെ ഭയങ്കര അലക്ഷ്യമായി കിടക്കുന്ന സാഹചര്യം, ഭയങ്കര ഭീതിതമായൊരവസ്ഥയാണ്. അതിൽ പെട്ടുകൊണ്ടാണ് നമ്മുടെ അഫ്താബ് അന്ന് കൊല്ലപ്പെടുന്നത്. അപ്പം അത്രയും ഭീകരമായൊരു സാഹചര്യം ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് കാൺപൂർ. പിന്നെ പൗരത്വ സമരകാലത്ത് UPയിലെ പോലീസ് ഇപ്പം അന്ന് നിങ്ങൾ കാൺപൂർ പോകുമ്പോൾ ഞാനില്ല, പക്ഷെ മീററ്റ് നമ്മൾ ഒരുമിച്ചാണ്. MP മാരും ഉണ്ടായിരുന്നു, ഉജ്ജൽ സാഹിബും ബഷീർ കെയും വാബ്കേൽ ഖാദർ മൊയ്തീൻ സാഹിബ്. മീററ്റിൽ 8 പേരെയാണ് അന്ന് വെടിവെച്ച് കൊന്നത്. എല്ലാ വീടുകളിലും ഞാൻ കാൺപൂരാണ് എനിക്ക് വരാൻ കഴിയാതിരുന്നത്. അപ്പം UPയുടെ ഒരു സവിശേഷ സാഹചര്യത്തിൽ നമ്മളൊരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോൾ അതാണ് ഞാൻ ഇന്നലെ കാൺപൂരിൽ നിന്ന് കാൺപൂർ എന്ന് വെച്ചാൽ പൗരത്വ സമരത്തിൻ്റെ കാലത്ത് വെടിയേറ്റൊരു യൂത്ത് ലീഗ് പ്രവർത്തകൻ മരണപ്പെട്ട കാൺപൂരിൽ ഇന്നലെ കണ്ടൊരു കാഴ്ച. ഇപ്പോൾ ഈ ഇംദാദ് കേരളത്തിൽ ആണ്, തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ക്യാമ്പയിൻ കേരളത്തിലാണ്. പക്ഷെ ആ പ്രവർത്തകർ അവരെ ഇന്നലെ വിളിച്ചിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളും കൂടി ഉള്ളപ്പോഴാണ് ഞാൻ വിളിച്ചത്. അവർ പറയുന്നു സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ നടന്നു, അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു സ്ക്വാഡ് പോവാണ്. ഇന്നലെ സന്ധ്യയ്ക്ക് ഇത് ആപ്പിൽ ആരും നോക്കിയാൽ UPയിൽ നിന്ന് 50 രൂപ, 100 രൂപ, 200 രൂപ
അത് നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ കൊടിയും പിടിച്ച് 4-5 ആള് നടന്ന് കടകൾ, ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ട് അവരിട്ട പൈസയാണ്. യു പിന്ന് ആകെ ഒരു 10,000-15,000 അതിൽ ആപ്പിലായിട്ടുള്ളൂ. നമ്മളിപ്പോൾ പെരുപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ 15,000 രൂപ എന്ന് വെച്ചാൽ ആ കാൺപൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകന്മാർ ആ തെരുവിലൂടെ കൊടിയും പിടിച്ചു പോയി ഉണ്ടാക്കിയ 100-200 ആണെന്ന് വന്നാൽ പിന്നെ ഇതൊരു വലിയ മുന്നേറ്റമാണ്. ആരിട്ട എത്ര ലക്ഷങ്ങളെക്കാളും വില ആ പൈസക്ക് ഉണ്ട്. കാരണം അത് യൂത്ത് ലീഗ് പ്രവർത്തകരാണ്. ഉത്തരേന്ത്യയിൽ ഇത് ഉണ്ടാവുന്ന സാധനമാണെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി ഓടിയവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അതൊരു അതിൽ വേറെ ഇംദാദാണ് ഇപ്പോ എന്ന് പറയുന്നത്. ഇംദാദ് അറബി പേരാണ്. അതിലൊപ്പം തന്നെ പറയുന്നുണ്ട് അറബി പേരാണ്. ഇത് അറബിയാണെന്ന് ഇദ്ദേഹത്തോട് ആരാണ് പറഞ്ഞത്? ഇദ്ദേഹത്തിന് അറബി അറിയില്ല, ഉറുദു അറിയില്ല. നമ്മൾ അതിനെ ഇംദാദ് എന്നുള്ളത് നമ്മളതിന് ഒരു ഉറുദു പേരാണ് നമ്മൾ അതിന് ഒരു എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടി തരുന്ന ഒരു ഡൊണേഷൻ, ബഹുമാനത്തോടു കൂടി നൽകുന്ന ഒരു സമ്മാനം എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ അതിനെടുക്കുന്നത്. നമ്മൾ എവിടെയും ആരോടും ഒരു കോട്ട നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ ഇത്ര തരണം എന്ന് പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്താനോ ഒരു CPM ശൈലിയൊന്നും നമ്മൾ ഈ പിരിവിലില്ല. വളരെ നമ്മുടെ ഈ രാഷ്ട്രീയം പറഞ്ഞ് ആ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള മനുഷ്യർ അവർ നൽകുന്ന സഹായ സഹകരണങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ ഞാൻ പറയുന്നത് ഇപ്പം ഒരു അറബി പേര് അവരിടുന്നു എന്ന് പറയുന്നതിലൂടെ അതിൽ വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം CPM ഇവിടെ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി. അയ്യപ്പ സംഗമം നടത്തുന്നതിന് നമ്മൾ എതിരല്ല, നമ്മൾ പറയും. പക്ഷേ അതിലേക്ക് യോഗി ആദിത്യനാഥിനെ ക്ഷണിക്കുന്നതും അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതിനാൽ അദ്ദേഹം അതിലേക്ക് ആശംസാ കത്ത് കൊടുത്തയക്കുന്നതും ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയത്തെ നമുക്ക് അതിശക്തമായി വിയോജിപ്പുണ്ട്. അപ്പൊ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവരുടെ ഓരോ പരിപാടിയുടെ അജണ്ട കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിലേക്ക് ഉള്ള ഒരു വേറെ ഒരു ചൂണ്ടുപലകയായിട്ടാണ് ഇവർ അറബി പേരുമായി ഇറങ്ങുന്നു എന്ന രീതിയിലേക്ക് ശ്രീ KT ജലീൽ പറയുന്നത്. MSF തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോ അറബി തട്ടുംപുറത്ത് അറബി കോളേജിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ വെച്ചാൽ ഒരു BJP സംഘപരിവാറിന്റെ കയ്യിലുള്ള ഇസ്ലാമോഫോബിക്കായ ടൂൾസ് മുഴുവൻ CPM എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അതിൽ പാതി പിന്നെ നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ആൾക്കും മറുപാതി ഇദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അറബിക് പേരെന്നൊക്കെ പറയുമ്പോൾ മൂപ്പരെന്തോ ഒരു നിഗൂഢത അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കാം. പിന്നെ മാത്രമല്ല ഈ നമ്മളുടെ കളക്ഷനും നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ആരും ഓഡിറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ യൂത്ത് ലീഗിന്റെ ധോത്തി ചലഞ്ചിനെ കുറിച്ചുള്ള വലിയ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ ധോത്തി ചലഞ്ചിൽ എന്താണ് പറഞ്ഞത്? അന്നത്തെ പത്രസമ്മേളനത്തിൽ ഫിറോസ് വളരെ വ്യക്തമായി പറയുന്നത്, ഞങ്ങളുടെ പ്രവർത്തകരോട് ഞങ്ങൾ ഒരു 600 രൂപയാണ് ചോദിക്കുന്നത്. അതിലേക്ക് അവർക്കൊരു സമ്മാനം എന്ന രീതിയിൽ ഒരു ധോത്തി നൽകുന്നു. യൂത്ത് ലീഗിന്റെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് കേരളത്തിലെ യുവജന സംഘടനകൾക്ക് ഇടയിൽ ഏറ്റവും മനോഹരമായ ഒരു ഓഫീസും അതിന്റെ പ്രവർത്തനങ്ങളും നടന്നു പോകുന്നൊരു മുസ്ലിം യൂത്ത് ലീഗിന് മാത്രം അവകാശപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പുതിയ കാലത്ത് കുറച്ചുകൂടി ആളുകൾക്ക് ഈസിയായി ആക്സസ് ചെയ്യാനും സുതാര്യമായി എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ടെക്നോളജി കളക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഘടനയാണ് യൂത്ത് ലീഗ്. അത് പിന്നീട് മുസ്ലിം ലീഗിന്റെ ഹാദിയയിലൂടെ ഫോർ വയനാട് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഒക്കെ അതെന്തായി പിന്നീട് ഭയങ്കരമായി പ്രചാരം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയ ഒരു വലിയ മാറ്റമുണ്ട്, വലിയൊരു അപ്പൊ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെയും കാണാതെ ഇതിനെ ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ശരിക്കും ഒരു സാഡിസ്റ്റ് മനോഭാവത്തിൽ നിന്ന് കൂടി വരുന്നതാണ്. എനിക്ക് സംശയമുണ്ട് ലീഗിൽ നിന്ന് പോയതിൽ ഭയങ്കര നിരാശനായിട്ട് ഈ സംഘടന ഇങ്ങനെ വല്ലാണ്ട് ഉയരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഞാനും കൂടി ഉണ്ടായില്ലല്ലോ എന്നുള്ളതുകൊണ്ട് എന്നാ പിന്നെ ഉണ്ടല്ലോ എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ടെന്ന് പറയുന്ന പോലെ അതിനെ അങ്ങ് നശിപ്പിക്കുക. ആശ്വാസമുള്ളത് മൂപ്പര് പിന്നെ ആദ്യം വന്നപ്പോൾ അതിനെ വിമർശിച്ചത് ഗംഭീരായി. പിന്നീടാണ് ധോത്തി ചലഞ്ച് വന്നു, അതും ഗംഭീരായി. QMC ആപ്പിന് അത് പറഞ്ഞാൽ മൂപ്പര് ഓഫീസേ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പറഞ്ഞ് ഇത്ര നല്ലൊരു ഓഫീസ് ഉണ്ടായത് എന്നെ കൊണ്ടാണെന്ന് പറയുന്നിടത്തേക്ക് വന്നു. ഫോർ വയനാട് അത് ആ പാവപ്പെട്ടവർ, അതൊക്കെ ശരിക്കും കേരളം ആ പാവപ്പെട്ടവർക്ക് ആ വീട് കിട്ടുന്നതിനെ തടയാൻ അവസാനത്തെ നിമിഷം വരെയും ആ ദുരന്തം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകാത്ത മനുഷ്യൻ ഈ ചുരം കയറി കഷ്ടപ്പെട്ട് അത് മുടക്കാൻ പോയി. അതും ഇപ്പോൾ പണി ആരംഭിച്ചു. അപ്പോൾ മൂപ്പരൊന്നിനെ വിമർശിച്ചാൽ അത് നന്നായി കിട്ടുമെന്നൊരു പിന്നെ ട്രെൻഡ് ഉള്ളത് കൊണ്ട് ഇതിലും നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. കാരണം ലീഗിന് ആളുകൾക്കറിയാമല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിന് ജീവകാരുണ്യ പ്രവർത്തനത്തിനും രാഷ്ട്രീയ അതിൻ്റെയൊക്കെ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഇവർക്ക് ആരെ കൊണ്ടും കഴിയാത്തവണ്ണം ലീഗ് അതിൻ്റെ വിശ്വാസ്യത വളരെ കൃത്യമായി തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതിന് തുടർച്ചയായിട്ടുള്ള ഇത്തരം ഇതിൻ്റെ വിജയം നമുക്കൊരു തെളിവായതുകൊണ്ട് ഇംദാദിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്തരം ആശങ്കകളൊന്നുമില്ല എന്നുള്ളതാണ്. ഈ ഹൈദരലി തങ്ങൾ പിന്നെ റിനോവേറ്റ് ചെയ്ത കോഴിക്കോട് ലീഗ് ഹൗസിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഡൽഹി ഓഫീസിനെ പറ്റിയൊരു
ഒരു സ്വപ്നം എന്നതുപോലെ പങ്കുവച്ചിരുന്നല്ലോ. അപ്പോൾ യാഥാർത്ഥ്യം അത് ഏറ്റെടുത്തത് യാഥാർത്ഥ്യമാക്കാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളൊരു വലിയ എഫേർട്ടുണ്ട്. അത് തങ്ങളൊരു തുടർച്ചക്കാരൻ എന്നുള്ള നിലക്കാണ് കേരളം മുഴുവൻ സാദിഖ് അലി തങ്ങൾ. അപ്പോൾ അതിനകത്തൊരു വളരെ വൈകാരികമായ ഇമോഷണലായ ഒരു കണ്ടന്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാലോ. സാദിഖ് അലി തങ്ങൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ്. ഇപ്പം കളക്ഷൻ ആവട്ടെ, അതിനെ തുടർന്ന് ഡൽഹിയിലെ മീറ്റിങ്ങുകൾ പല തവണ അതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി മാത്രം ഡൽഹിയിലെത്തി ആ പുരോഗതി ഓരോ സമയവും നേരിട്ട് കാണുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സാദിഖ് അലി തങ്ങൾ. ഹൈദർ അലി തങ്ങൾക്ക് ആ ഒരു സ്വപ്നം അതിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ തന്നെ പിന്തുടർച്ചക്കാരനായി സാദിഖ് അലി തങ്ങൾ ഉണ്ടാകുക എന്നുള്ളതിന്റെ ഒരു ബ്യൂട്ടി അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കും ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണ വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ കമ്മിറ്റിയുടെ വരവിന് ശേഷമുള്ള ഓരോ പ്രവർത്തനങ്ങൾ പറയുമ്പോഴും അതിശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടി പറയുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ QMCൻ്റെ ഇനാഗുറേഷന് പ്രിയങ്ക ഗാന്ധിക്ക് വരാൻ പറ്റിയില്ല. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി വരുന്നു എന്ന് അറിയിക്കുമ്പോൾ തങ്ങളുടെ ഒരു അവൈലബിലിറ്റി നോക്കണം. തങ്ങൾ ശരിക്കും ദുബായിലാണ്, തങ്ങൾ പിന്നെ നേരെ ഡൽഹിയിലേക്ക് അതിനു വേണ്ടി വരും. അപ്പോൾ അദ്ദേഹം നൽകുന്നൊരു പ്രാധാന്യമുണ്ട്. ഒരു ഓഫീസ് വിസിറ്റ് അല്ലേ, കണ്ടുപോയിക്കോട്ടെ എന്നർത്ഥത്തിലല്ല, അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ കേരള ഹൗസിൽ പോകുന്ന സമയത്ത് CPM നേതാക്കന്മാരാവട്ടെ, മറ്റുള്ള ആളുകളൊക്കെ ആവട്ടെ, അവിടെ ഓഫീസിന്റെ ഒരു അതിന്റെ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കും. അതൊക്കെ ഈ ഇതുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് സാദിഖ് അലി തങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് അതിന് പ്രാധാന്യം വളരെ വലുതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇംദാദിൻ്റെ ഇനാഗുറേഷന് തങ്ങളോട് പറഞ്ഞതിന് ശേഷം തങ്ങൾ തന്നെ തങ്ങളുടെ ഒരു സംഭാവന നൽകുകയാണ്. അതൊരു വലിയ മെസ്സേജാണ്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവം ഉള്ളത്, നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പോൾ അന്ന് നജ്മ തബ്ഷീർ, മുഫീദ തസ്നീം നമ്മുടെ ഭാരവാഹികളാണ്. അവര് ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങളുമായിട്ട് കുശലാന്വേഷണം കഴിഞ്ഞ് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം തങ്ങളെ ബീവിയെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അകത്തുണ്ട്, നിങ്ങൾ കണ്ടോന്ന് പറഞ്ഞു. നമ്മളത് അത്ര വലിയ അവർ പോയി കാണട്ടെ എന്നുള്ള രൂപത്തിൽ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അവരും ഒരു 10,000 രൂപ കൊടുത്തിരിക്കണം. നമ്മളാരും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല. എന്താ പരിപാടിക്ക് വന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് കണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യാതെ അവരും ഒരു 10,000 രൂപ കൊടുക്കുകയാണ്. തങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇത് നമ്മളാരും പൈസ ചോദിച്ചിട്ടില്ല. ഈ പോയ ഭാരവാഹികളായ നജ്മയും മുഫീദെ അവരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു അസാധാരണമായ സംഭവമാണ്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഈ ഒരു രാഷ്ട്രീയത്തെയും കൊടുക്കുന്ന പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. ഇവരൊക്കെ ആ രീതിയിൽ ഇതിനെ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പം അവരുടെ ഒരു പ്രാർത്ഥന, ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം, അതാണല്ലോ നമ്മുടെ ഒരു ഭയങ്കരമായൊരു അസറ്റ്. അത് എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ്. അതെ, ഇത് ഈ ലീഗ് ഇപ്പോൾ ആ ഒരു വൈകാരികമായ ഇമോഷണൽ കണ്ടന്റ് അത് ദേശീയ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങളുടെ വലിയൊരു എപ്പോഴും CHൻ്റെ ഒരു വലിയ സ്വപ്നമുണ്ട്. കശ്മീരിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ കന്യാകുമാരിയിൽ നിന്ന് അത് ഏറ്റുവിളിക്കാൻ ഒരാളുണ്ടാവുന്നത് പോലെ ഇന്ത്യ മുഴുവൻ കണ്ണിമുറിയാത്തൊരു വലിയ സംഘടിത ശക്തിയായി ലീഗ് മാറുക എന്നുള്ളത് അത് ലീഗുകാരുടെ മുഴുവൻ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു പിന്തുണ, ആ ഒരു ആഗ്രഹം എന്തെങ്കിലും അങ്ങനെ ഒരു കാലം വരാൻ കാത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ, നേതാക്കന്മാരൊക്കെ ഈ എല്ലാ വിമർശനങ്ങൾക്കും അപ്പുറത്ത് കൈ അയച്ചതിൻ്റെ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷ. വിമർശകരുടെ ഇതിനോടുള്ള ഒരു പ്രതികരണമുണ്ട്. ഇത് ഫറോക്ക് പാലത്തിന്റെയും കുറ്റിപ്പുറം പാലത്തിന്റെയും ഇടയിലുള്ള സംഘടനയാണ് ഏറ്റവും വലിയ പരിഹാസം എന്ന രീതിയിൽ പറയും. ആ ആളുകൾക്ക് ശരിക്കും നമ്മുടെ QMCD ഇനാഗുറേഷൻ ഒരു കൃത്യമായൊരു മറുപടിയാണ്. അതുപോലെ തന്നെ MSF നടത്തിയ ദേശീയ സമ്മേളനം, ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിൽ അത് നടത്തിയ സമ്മേളനം അതൊരു മറുപടിയാണ്. കാരണം അന്ന് ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് മുതൽ കശ്മീർ വരെയുള്ള പ്രതിനിധികളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ QMC ഇനാഗുറേഷന് ആ ആളുകളുണ്ട്. ഇനി നമ്മുടെ ആഗ്ര സമ്മേളനത്തിന് ഈ ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ CHന്റെ ആ സ്വപ്നത്തെ ഇനി അതിനെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി വിപുലപ്പെടുത്തി
എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൽ പരിഹസിക്കുന്നവർ ലീഗിന്റെ വിമർശകർ അവർ നമ്മളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഹ്യൂമിലിയേഷൻ ഈസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴിയുണ്ട്. ആ പരിഹാസമാണ് ഏറ്റവും വലിയ നമ്മളുടെ ഒരു മോട്ടിവേഷനായി, ഇൻവെസ്റ്റ്മെന്റായി. അങ്ങനെ അപ്പോൾ ഈ എതിരാളികളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് യൂത്ത് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കായിട്ട് നമ്മുടെ ആഗ്രയിലെ ഒരു കോൺഫറൻസ്, നമ്മൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബെഞ്ച് മാർക്ക് ഇവന്റ് എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഒരു പരിപാടി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ വരുന്ന ഒരു 2 ദിവസത്തെ ഉജ്ജ്വലമായൊരു കോൺഫറൻസ്. ആ കോൺഫറൻസിൽ നമുക്ക് ഭാവിയിലേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മുടെ ലീഡേഴ്സിനോട് പറയാൻ പറ്റുന്ന ഒരു നല്ല ഒരു സമ്മേളനമായിട്ട് നമ്മൾ അതിനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രഗത്ഭരായ ആളുകൾ വന്നുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇന്ത്യയിലെ പിന്നാക്ക രാഷ്ട്രീയത്തിന് ഒരു ഗതി നിർണ്ണയിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ശക്തമായ ഒരു സമ്മേളനമായിട്ട് ആഗ്രഹമായ സമ്മേളനം നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കും. ബഹുജൻ പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു പുതിയ തലത്തിലേക്ക് അതെ നമ്മൾ തന്നെ അതിൽ ചർച്ച ചെയ്തപ്പോ മനോഹരമായ താജ്മഹലിനെ കൊണ്ട് അറിയപ്പെടുന്ന ആഗ്രയിൽ നിന്ന് ഈ ഒരു പിന്നോക്ക പാർശ്വവൽകൃത രാഷ്ട്രീയത്തിന് ഒരു മനോഹരമായ മറ്റൊരു തുടക്കം കൂടി റീഡിഫൈൻ ചെയ്യുന്ന ഒരു സമ്മേളനത്തെ ശരിയാണ്. അത് നമുക്ക് നന്നായി ആസൂത്രണം ചെയ്ത് നടപ്പില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ബീഹാറിലെ റാലി, പിന്നെ ചിന്തൻമനിൽ നമ്മളൊരു ആലോചിച്ചതും, പിന്നീട് ഡൽഹിയിൽ ഇപ്പോൾ ഖായിദമല്ലത്ത് സെൻട്രൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ചേർന്ന് എക്സിക്യൂട്ടീവിൽ ആസൂത്രണം ചെയ്ത യൂത്ത് ലീഗ് നാഷണൽ കമ്മിറ്റിയുടെ പുതിയ ചില പദ്ധതികളുണ്ടല്ലോ, ഒന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾ കാണുന്നവർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചാൽ. ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഇടപെട്ടതുപോലെ തന്നെ നിയമപരമായ വലിയ പിന്തുണ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം എല്ലാത്തിനും വലിയ നിയമങ്ങൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നിയമ സഹായവുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ ഇടപെടൽ, ആ ഒരു ലീഗൽ ആക്ടിവിസം, അതിനുവേണ്ടി നമ്മൾ ഒരു പ്രത്യേകമായൊരു ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് മൂവ് ചെയ്യണമെന്നാണ് നമ്മളൊന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ RTI ആക്ടിവിസം എന്നുള്ളതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്സാണ്. നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വലിയ ഒരു അച്ചീവ്മെന്റ് ആയി തന്നെ RTI നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വിദഗ്ധരായ ആളുകളെ വെച്ചുകൊണ്ട് അധികാരികൾ നടത്തുന്ന അഴിമതി, ഭരണത്തിന്റെ ദുർവിനിയോഗം, ഇവയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു RTI റിസർച്ച് വിങ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഔട്ട്റീച്ച് സെല്ലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മുടെ നിരവധിയായിട്ടുള്ള സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിൻ്റെയും മറ്റു സംഘടനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാഡർ ഫൗണ്ടേഷനൊക്കെ അതിൽ ഒരു വലിയ റോൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഓർഗനൈസേഷനൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി യൂത്ത് ലീഗിൻ്റെ ചില ഔട്ട്റീച്ച് പ്രോജക്റ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും നടപ്പിലാക്കേണ്ടത്. അപ്പോൾ പൊളിറ്റിക്സിൽ ഈ പറയുന്ന എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഈ നിയമ പോരാട്ടങ്ങളുടെ ഒരു ഡൽഹി വംശഹത്യ നമ്മളൊക്കെ ഏതാണ്ട് ഒരു 1.5 മാസം തുടർച്ചയായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തതാണ്. അന്ന് എനിക്കൊരു അനുഭവമുണ്ട്. ഞാനും സുബീർക്കയും ബാബുവും നമ്മളെല്ലാവരും പല ടീമുകളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ 3-4 ടീമുകളായിട്ട് പിരിയുന്നു. മുസ്തഫാബാദ്, ഡൽഹിയുടെ ഈസ്റ്റേൺ മേഖലകളിലൊക്കെ ഒന്ന് താഴെ തട്ടിൽ നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചു. ഒരു അഡ്വക്കേറ്റ് ഒരു ദിവസം നമ്മളെ വിളിച്ചു, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞു. നമ്മളവിടെ ചെല്ലുമ്പോൾ അയാൾ വാദിച്ച് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ്. അയാൾ പോയി വാദിച്ചപ്പോൾ ജാമ്യം കിട്ടി. ജാമ്യക്കാരെ വേണം, 2 ജാമ്യക്കാർക്ക്. ഈ മകനാണ് ജയിലിലുള്ളത്, ആകെ അവൻ്റെ ഉമ്മയും ഇവൻ്റെ ഭാര്യയും മാത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഇവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ധ്യ സമയമാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ജയിലിൽ കിടക്കുന്ന ആളുടെ ഭാര്യ, ആ പെൺകുട്ടി പെട്ടെന്ന് ഇരുന്ന ഒരു സെറ്റിലിരുന്ന് സംസാരിക്കുന്ന ഊർന്ന് എൻ്റെ കാൽച്ചുവട്ടിലേക്കാണ് വീഴുന്നത്. പെൺകുട്ടി ബോധം കെട്ട് വീഴുമ്പോൾ ഈ ഉമ്മ, ബാപ്പരെ മേരി ബേട്ടി റോസ റക്കാ ഹെ, എൻ്റെ മോൾക്ക് നോമ്പാണ് എന്ന് പറയാണ്. അങ്ങനെ സുബീർക്കൻ പെട്ടെന്ന് ഞാൻ വന്ന് താഴെ ഒരു വെള്ളം വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോഴാണ് ഈ കുട്ടിക്ക് നോമ്പാണ്, സുന്നത്ത് നോമ്പാണെന്ന് വെച്ചാൽ ഇത് പുറത്തിറങ്ങാൻ 2 ജാമ്യക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ചെറിയ പൈസ കെട്ടിവെക്കേണ്ടതുണ്ട്.
അങ്ങനെ നോമ്പെടുത്ത് അത്ര ഹെൽപ്ലെസ് ആണ്. കോടതി അവർക്ക് ജാമ്യം കൊടുത്തു, പക്ഷേ 2 ജാമ്യക്കാരെ ആ ജാമ്യസംഖ്യയും കെട്ടിവെക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ജാമ്യം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നിയമ പോരാട്ടത്തിൻ്റെ ഇത് വളരെ പ്രധാനം. അതോടൊപ്പം തന്നെ ഒന്നുണ്ട്, നമ്മൾ വളരെ പ്രമുഖമായ ഒരു കേസാണ്, പക്ഷെ അവർ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് പേര് പറയാൻ ഇപ്പോൾ പറ്റാതെ ആ ഒരു ആൾക്ക് കോടതി നൽകുന്നത് വിവിധ ഭാഷകളിൽ, ഇപ്പോൾ ഹിന്ദിയിൽ, അതുപോലെ തന്നെ മറ്റു പല റീജിയണൽ ലാംഗ്വേജസിലൊക്കെ 3000-4000 ഒക്കെ പേജുള്ള ചാർജ് ഷീറ്റുകൾ നൽകുന്നു. അത് ഇവർക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് വേണം സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ്സിനെ കാണാൻ. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ, നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ കുറുക്കന്റെ കയ്യിൽ അമ്മയെ കിട്ടിയെന്ന് വിശ്വസിപ്പിക്കുന്ന പോലെ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവർ പകച്ചിരിക്കുകയാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല വക്കീലെടുത്ത് വേണമെങ്കിൽ ഫീസ് കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ലീഗൽ ടീം. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഇടപെടൽ വളരെയധികം ഈ ജലീലിനെ പോലുള്ള ആളുകളുടെ പ്രചരണം കൊണ്ട് ആളുകൾക്കിടയിൽ വളരെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ള ഒന്നാണ് കട്ടുവയിലെ പെൺകുട്ടിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളൊക്കെ. അത് ഇവരൊക്കെ അത് മോശമായി പ്രചരിപ്പിച്ചെങ്കിലും യഥാർത്ഥത്തിൽ കട്ടുവയിലെ പെൺകുട്ടിയെ ആക്രമിച്ച ആ ആളുകൾക്ക് ജയിൽവാസം വാങ്ങിക്കൊടുക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയമ പോരാട്ടം വഴി തന്നെയാണ്. തീർച്ചയായിട്ടും ഷിബൻ അതിൽ വളരെ സജീവമായിട്ടാണ്. അത് ഒരുപാട് ഇവരൊക്കെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇപ്പോൾ അന്ന് യൂത്ത് ലീഗ് എന്തിനാ വക്കീലിനെ വെക്കണം, പ്രോസിക്യൂഷൻ വക്കീലിനെ വെക്കുന്നില്ല, അവർ വാദിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി അവിടെ ക്രൂരമാമിതം കൊല്ലപ്പെടുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ദേശീയ ലീഡർഷിപ്പ് ചുമതലപ്പെടുത്തി ബഷീർ സാഹിബ് അവിടെ പോകുന്നുണ്ട്. പിന്നീട് ഇവിടെ വന്ന ഡൽഹിയിലൊരു യോഗത്തിലാണ്. അന്ന് ആ യോഗത്തിൽ നിങ്ങളും പങ്കെടുത്തു. കുഞ്ഞാൽ സാഹിബും ബഷീർ സാഹിബാണെങ്കിൽ ലീഗൽ ഫൈറ്റ് നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രോസിക്യൂഷൻ വക്കീലിനെ ചുമതലപ്പെടുത്തി പത്താൻകോട്ടിലേക്ക് ആ ഇടപെടൽ നടത്തുന്നത് ഇവരാണ്, ദീപിക സിംഗ് രജാവത്തിൻ്റെ ഇടപെടൽ. കേസ് പത്താൻകോട്ടിലേക്ക് വിചാരണയ്ക്ക് വരുന്നു. അതിലൊറ്റ സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല. ഈ കത്തുവ പെൺകുട്ടിയുടെ പിതാവ് യഥാർത്ഥത്തിൽ കേസിലെ വാദി ഈ പെൺകുട്ടിയുടെ അഡോപ്റ്റഡ് ഫാദറാണ്. ഈ പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വരെ ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മളത് വല്ലാണ്ട് ഇവിടെ കൊട്ടിപ്പാടിയിട്ടില്ല. കത്തുവ പെൺകുട്ടിയെ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ഉപ്പ സഹോദരിക്ക് വളർത്താൻ കൊടുത്താണ്. കൊല്ലപ്പെടുമ്പോൾ ഈ സഹോദരിയുടെ വീട്ടിലാണ് ഈ മോളുണ്ടായിരുന്നത്. അപ്പോൾ ബയോളജിക്കൽ ഫാദറും ഉണ്ട്, അഡോപ്റ്റഡ് ഫാദറും ഉണ്ട്. ഇതൊന്നും ഇവിടെയുള്ള വിദ്വാന്മാർക്ക് അറിയില്ല. അഡോപ്റ്റഡ് ഫാദറാണ് ഈ കേസിലെ വാദിയായിട്ട് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് അപ്പോൾ കുട്ടി ഉണ്ടായിരുന്നത്. ആ മനുഷ്യൻ കോടതിയിൽ വന്ന് ഹാജരായി പോയിട്ടുണ്ട്. സാക്ഷികൾ കശ്മീരിൽ നിന്ന് പത്താൻകോട്ടിൽ വന്നു പോയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വക്കീലന്മാരും നല്ല വൃത്തിയായിട്ട് ആ കേസ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് മുബീൻ മുബീൻ ചണ്ഡീഗഡിനിപ്പുറേ ഡൽഹി അതിർത്തിയിലെ മലർക്കോട്ടിലക്കാരനാണ്. പത്താൻകോട്ടിലേക്ക് അവിടുന്ന് 100-400 കിലോമീറ്റർ ഉണ്ട്. എല്ലാ ദിവസവും ഈ കോടതിയിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയുടെ പിതാവിനെ, പേര് ഞാൻ പറയുന്നില്ല, കൊണ്ടുവന്ന് ഹാജരാക്കി, സാക്ഷികളെ കൊണ്ടുവന്ന് ഹാജരാക്കി. നമ്മൾ പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തു. എനിക്കിപ്പോഴും സന്തോഷത്തോടെ ഈ ആളുകൾ എത്രയും നമ്മളെ യൂത്ത് ലീഗിനെ കല്ലെറിഞ്ഞോട്ടെ, ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. ആ കേസിൻ്റെ വിധി പറയാൻ പോകുന്നു എന്ന് മുബീൻ പെട്ടെന്ന് നമ്മളെ വിളിച്ചു പറയുന്നു. ഇവിടുന്ന് ഞാനും സുബൈർക്കയും ബാബുവും കൂടി അവിടുന്ന് പുറപ്പെടുമ്പോൾ ഇദ്ദേഹം ഹാജരാവേണ്ട ദിവസങ്ങളൊക്കെ നമ്മൾ ഇദ്ദേഹത്തെ അറിയിക്കും. പെൺകുട്ടിയുടെ പിതാവിനെ. അതും നിരക്ഷരനായ ഒരു മനുഷ്യനാണ്, സാധുവാണ്. ഇവരാണെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നവരല്ല. ഇദ്ദേഹം ഇവരുടെ ആടുകൾക്കും കാലികൾക്കൊക്കെ ഭക്ഷണം വാങ്ങാൻ വരുന്നൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് മുബീൻ വിളിച്ചറിയിക്കുക. അപ്പോൾ അദ്ദേഹം ഇത് വാങ്ങാൻ വരുമ്പോൾ ഈ കടക്കാരൻ പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് നിങ്ങൾ വരണട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹത്തെ എത്തിക്കുക. ഈ കേസിൻ്റെ വിധി പറഞ്ഞു പറയുമ്പോൾ മുബീൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടുള്ളി, ഞാൻ എന്തായാലും അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ച് വിളിച്ചിട്ടില്ല, അദ്ദേഹത്തെ കാക്കണ്ട, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പത്താൻകോട്ടിലൊന്ന് ചെല്ലുമ്പോൾ ആ നഗരമാകെ ജനനിബിഡാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ അവിടെ ഉണ്ട്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുന്ന വാഹനം കൃത്യമായി ഈ മുബീൻ്റെ വാഹനത്തിൻ്റെ നമ്പർ അവിടുത്തെ പോലീസിന് അറിയാം. അവർ ഞങ്ങളുടെ വാഹനം തടഞ്ഞു. 1 കിലോമീറ്റർ നടന്നാണ് ഞങ്ങൾ ആ കോടതിക്ക് അകത്ത് കയറുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടിയുടെ ഉപ്പ അവിടെ ഇല്ല, ആ കോടതിയിൽ ആ മനുഷ്യന് വന്നിട്ടില്ല, ഉമ്മ വന്നിട്ടില്ല, ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ആ കോടതി മുറ്റത്തുണ്ടായിരുന്നു. അവർക്ക് നീതി ചോദിക്കാൻ, ആ വിധി കേൾക്കാൻ നമ്മളുണ്ടായിരുന്നു. ചുറ്റും കൂടി നിൽക്കുന്ന അപ്പോൾ ഈ പ്രതികൾ രക്ഷപ്പെട്ടാൽ, അവർ വെറുതെ വിട്ടാൽ അവരെ കൊണ്ടുപോകാൻ ഈ ബന്ധുക്കൾ വന്ന് കാത്തിക്കുന്നുണ്ട്. 2 വോൾവോ ബസ് മറ്റു വിളിച്ചിട്ടാണ് കശ്മീരിൽ നിന്ന് പോലീസ് ഓഫീസർമാരൊക്കെയാണ്. കശ്മീരിലെ വളരെ പ്രിവിലേജ്ഡ് ആയ ആളുകളാണ് ആ കേസിലെ പ്രതികൾ. നമ്മൾ ആ കോടതി മുറിയിൽ ചെന്നു, വിധി പറഞ്ഞു. അപ്പോഴേക്കും വിധി പറഞ്ഞു. ഈ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളോടും അന്നത് ബ്രീഫ് ചെയ്തത്, ഇവിടെ ഇരുന്ന് ഇവരൊക്കെ ഇപ്പോഴും ആ കേസുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്ന മുബീൻ ഫാറൂഖിയാണ് ഇന്ത്യയിലെ എല്ലാ നാഷണൽ മീഡിയയ്ക്കും ബ്രീഫ് ചെയ്ത് കൊടുത്തത്.
4 മണിയോടെ മീഡിയ ഒക്കെ പിരിഞ്ഞു. അപ്പോഴും ഈ വിധിന്യായത്തിൻ്റെ പകർപ്പ് കിട്ടണം, ഈ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ അവിടെ നിന്നു. സന്ധ്യ ഒരു 5-6 മണിയായപ്പോൾ പ്രതികളെ കോടതിയുടെ പുറത്തേക്ക് ഇറക്കി. വിധിയുടെ കോപ്പി കിട്ടി. ആ കൊണ്ടുവന്ന് നിർത്തിയ പോലീസിൻ്റെ വണ്ടിയിലേക്ക് ഈ പ്രതികൾ ഓരോന്നായി കയറിപ്പോകുന്നത് ലോകം കണ്ടത് CK സുബൈർ സാഹിബ് അവിടെ നിന്ന് ലൈവ് കൊടുക്കുമ്പോഴാണ്. ഞങ്ങളവിടെ നമ്മുടെ ഫേസ്ബുക്കിലൂടെയാണ് അത് ലോകം കണ്ടത്. ഇവരതൊരു തെരഞ്ഞെടുപ്പിൽ ഇഷ്യൂ ആക്കി, നമുക്കെതിരെ ഉപയോഗിച്ചു. ഇവർക്ക് വിട്ടിപ്പോൾ ആ കേസിൻ്റെ അവസ്ഥ ആർക്കെങ്കിലും അറിയോ? പഞ്ചാബ് ആ കത്തുവ കേസ് തീർന്നിട്ടില്ല. അവർ അപ്പീൽ പോയി, പ്രതികൾ. നമ്മളും പ്രോസിക്യൂഷനും അപ്പീൽ പോയി. ആ അപ്പീലിൽ നമ്മൾ ഈ കുടുംബത്തെ കക്ഷി ചേർത്തു. പഞ്ചാബ് ഇവർക്ക് വിവാദങ്ങളും ആരോപണങ്ങളും ആവശ്യം. പക്ഷെ നമ്മളിപ്പോഴും ആ കേസിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അതിന് വേണ്ട നിയമസഹായങ്ങൾ ഇപ്പോഴും അതിന്റെ പുറകിലുണ്ട്. അത് പൂർണ്ണമായും ഒരു വിജയത്തിലെത്തും വരെ നമ്മൾ തീർച്ചയായിട്ടും പൂർത്തിയാക്കും. അതിനകത്ത് ആകെ ഇവരിതിനകത്ത് ഇടപെടേണ്ടതിൻ്റെ കൂടെ ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീൽ നടക്കുന്നു. അന്നൊരു പ്രതി, ഈ കേസിലെ പ്രതിയായി വന്നൊരാൾ, ആ മനുഷ്യനാണ് ഈ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചതെന്ന് ആ ചാർജ് ഷീറ്റ് പറയുന്നുണ്ട്. അന്ന് അവൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു. ഇവന് 18 വയസ്സായോ ഇല്ലയോ? 18 വയസ്സായാൽ ഇവൻ IPC, കശ്മീരിൽ IPC അല്ല, അന്ന് മറ്റൊരു നിയമമാണ്, അല്ലെങ്കിൽ ജുവൈനൽ ആക്ട്. ആ തർക്കം കോടതിയിൽ വേറൊരു കേസായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് സുപ്രീം കോടതി ഇവന് 18 കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇവന് 18 വയസ്സ് പൂർത്തിയായിരുന്നു എന്ന് കണ്ടെത്തി. ഇപ്പോൾ അതിൻ്റെ ട്രയൽ ആരംഭിച്ചു. അതിൻ്റെയും പുറകിൽ നമ്മൾ ചെറിയ ആളുകളല്ല, മന്ത്രിമാര്, MLA-മാര്, പൂജാരിമാര്, എത്ര പ്രമുഖരായ ആളുകളോട് ഫൈറ്റ് ചെയ്ത് അന്ന് അവിടെ പ്രകടനം നടത്തി. പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് അവിടെ BJP-യുടെ മന്ത്രിയാണ് അവിടെ ഇത് ചെയ്തത്. സത്യത്തിൽ മെഹബൂബ മുഫ്തിയുടെ മന്ത്രിസഭ, അന്ന് BJP PDP സഖ്യ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് താഴെ എന്നിട്ട് അത്ര പ്രമാദമായ ഒരു കേസിൽ ആരെയും ഭയക്കാതെ നമ്മൾ നിന്നു. ഇപ്പൊ ആളുകൾക്ക് അത് കഴിഞ്ഞു. നമ്മളിപ്പോഴും അതിന്റെ പുറകിലുണ്ട്. അത് വിവാദത്തിലാകുന്നതിന്റെ ഒരു പിന്നാമ്പുറ കഥ അറിയുന്ന ഒരാളെന്നുള്ളത് ഞാനത് പറയാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ കുന്നമംഗലത്തു നിന്നുള്ള യൂസുഫ് പടനിലം അന്ന് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയാണ്. യൂസുഫ് പടനിലത്തിന് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ ഒരു വാർഡ് കൊടുക്കാൻ PK ഫിറോസ് ഇടപെട്ടില്ല എന്ന് പറഞ്ഞ പരാതിയിലാണ് അദ്ദേഹം പാർട്ടിയുമായി തെറ്റുന്നത്. നേരത്തെ INL-ലൊക്കെ ഉണ്ടായി, അന്നേ മുതലേ ഒരു റിബൽ സ്വഭാവത്തിൽ നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. പിന്നീട് മുസ്ലിം ലീഗിലേക്ക് INL നേതാക്കന്മാർ കുറേ വന്ന കൂട്ടത്തിൽ വന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരു വാർഡ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മത്സരിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറയണത് വെച്ചാൽ അത്തരം ഒരു വളരെ ചെറിയ ഒരു കാര്യലാഭത്തിന് വേണ്ടി ഇന്ത്യയിലെ ഒരു വലിയ മനുഷ്യർ, എത്രയോ മനുഷ്യന്മാർ നടത്തിയ ഒരു പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ യൂത്ത് ലീഗ് നടത്തിയ നിയമ പോരാട്ടങ്ങൾ, ഇന്ദിരാ ജയ്സിംഗിനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുള്ള വളരെ പ്രമാദമായ ഒരു കേസിന്റെ എല്ലാ മൊറയിലും നശിപ്പിക്കുന്ന വിധത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ടത് മത്സരിക്കുന്ന സമയത്ത് അത് ഒരു അജണ്ടയാക്കി മാറ്റി. അവിടെ താനൂരിൽ ഫിറോസ് മത്സരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ കൊണ്ടുവന്ന് ഈ യൂസുഫിനെ അവിടെ താമസിപ്പിക്കുന്നു, പ്രചരണം നടത്തുന്നു. അങ്ങനെ വളരെ ദൗർഭാഗ്യകരമായ ഒരു പരാജയം ഉണ്ടാവുന്നു. ഇന്ന് അബ്ദുറഹ്മാന്റെ വകുപ്പിലെ ഒരു പിന്നെന്താ പറയാ, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗമാണ് ഈ യൂസുഫ് പടനിലം. യൂസുഫ് പടനിലം ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിന് കട്ടുവയിലെ കേസിനെ അട്ടിമറിച്ചു കൊടുത്തതിന്റെ പാരിതോഷികമുണ്ട്. അതിന് നാളെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അവരിപ്പോ ഫിറോസ് കട്ടുവയിലെ ഫണ്ട് അല്ലെങ്കിൽ യൂത്ത് ലീഗ് മുക്കി അല്ലെങ്കിൽ സുബൈർ അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിമർശനം എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഏതെങ്കിലും ഒരാൾ അതിനെ ഇങ്ങനെ ബ്ലെയിം ചെയ്തു എന്ന് നമ്മൾ പറയണില്ല. പക്ഷെ ഈ ഒരു ഇതിന്റെ എല്ലാത്തിനും ഒരു പെട്ടെന്നുള്ളൊരു കാരണം ഉണ്ടാവും. ഒന്നാം ലോക മഹായുദ്ധത്തിന് പെട്ടെന്നുണ്ടായ എന്ന് പറയുന്നത് പോലെ ഈ ഒരു വിഷയത്തിന് പെട്ടെന്നുണ്ടായൊരു കാരണം 2020 കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനിൽ യൂസുഫ് പടനിലത്തിന് ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള ഇവരുടെയൊക്കെ ഒരു സാമുദായിക സ്നേഹവും അതുപോലെ തന്നെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടവും ഇന്ത്യ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള അജണ്ടകളൊക്കെ എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് എടുത്തുകൊണ്ടാണ് ഇപ്പോഴും ലീഗിന്റെ എതിരാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടതാണ്, നമ്മളെ ഒറ്റുകൊടുത്തതിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ മോശക്കാരാക്കിയതിന്റെ പ്രതിഫലം പറ്റി ഇപ്പോഴും മന്ത്രി സ്റ്റാഫിൽ ഇവരൊക്കെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളൊന്നും അറിയാൻ വേണ്ടി പറഞ്ഞു. അതാണ് അതിനകത്ത് ഇവർ ചെയ്ത ഒരു കൂടുതൽ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ഉപ്പയും ഉമ്മയില്ല, പക്ഷെ അവളുടെ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി അന്ന് കോടതി മുറിയുടെ മുറ്റത്തുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവരായിട്ട് ഇപ്പോഴും നമുക്ക് ഊഷ്മളമായൊരു ബന്ധമുണ്ട്. ഇപ്പം ഇവരാ പെൺകുട്ടിയെ മറന്നു, ഈ വിഷയം മറന്നു. ഇടയ്ക്കിടയ്ക്ക് ഫിറോസിനെ വിമർശിക്കാനും പരിഹസിക്കാനും അല്ലാതെ ഈ കത്തുവ എന്ന വാക്ക് പോലും ഇവരാരും പറയാറില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്ലാറ്റിനം ജൂബിലി സമ്മേളനം കഴിഞ്ഞ് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ
ഒരു ജ്യേഷ്ഠ സഹോദരി, സ്വന്തം സഹോദരി അല്ല, ഞാൻ പറഞ്ഞ അഡോപ്ഷനിലെടുത്ത ആ വീട്ടിലെ മൂത്ത ഇത്താത്തൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് നമ്മളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പെട്ടെന്ന് മടങ്ങി, നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് നല്ല പനിയായിരുന്നു, ഞാനും പോയില്ല. സുബൈർക്കും ബാബുവും കത്വയിൽ പോയി അവരുടെ വീട്ടിൽ ആ കല്യാണത്തിൽ പങ്കെടുത്ത് നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ കുടുംബമായിട്ട് നമുക്ക് അത്ര ഊഷ്മളമായ ബന്ധമാണ്. വളരെ വൈകാരികമായ ഇപ്പം ഈ തോത്തിച്ചലം എന്നൊക്കെ പറഞ്ഞ ഇഡിക്ക് ഫിറോസിനെതിരെ പരാതി കൊടുത്തു. അന്ന് ഇവർ ഇഡിക്ക് പരാതി കൊടുത്തു. അതിനെക്കൊണ്ടുണ്ടായ കൂടെ ഈ 39 ലക്ഷം രൂപയാണ് ആകെ കിട്ടിയത്. അത് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്തത്. അതിൽ ആ കേസിനും വക്കീലന്മാർക്കും മറ്റു ചിലവർക്കും വേണ്ടി അവരെ സഹായിച്ചതടക്കം നമ്മുടെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരെന്താക്കി, അത് ഫ്രീസ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ്. ഇവരതിലാകെ ഉപദ്രവമല്ലാതെ ആ പെൺകുട്ടിക്ക് കുടുംബത്തിന് എന്ന് വെച്ചാൽ മരിച്ച ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും യൂത്ത് ലീഗിനുള്ള പകയുടെ പേരിൽ വേട്ടയാടുന്ന നെറുകേടാണ് അക്ഷരാർത്ഥത്തിൽ ഇവർ ചെയ്തതെന്നുള്ളത്. അത് ഇപ്പോഴും അവസാനിപ്പിക്കാതെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അതേപോലെ തന്നെ ഒന്ന് ഇപ്പോൾ ഈ ആസാമിൽ വലിയ രീതിയിലുള്ള ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൽഹിയിൽ ബുൾഡോസർ രാജ് നടത്തിയപ്പോൾ വളരെ പെട്ടെന്ന് ഇടപെടലുകൾ ഉണ്ടായി. സുപ്രീം കോടതിയിൽ ഇടപെടലുണ്ടായി, ഗൈഡ് ലൈൻസ് വന്നു, സ്റ്റോപ്പ് ചെയ്തു. ഡൽഹി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ, MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ആ സ്ഥലം കണ്ടു. അപ്പോൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. പക്ഷെ ആസാമിൽ അത് നിർബാധം തുടരുകയാണ്. അവർക്ക് വർഷങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ലാൻഡ് ഡീഡ് അവരുടെ കയ്യിലുണ്ട്, ടാക്സ് റെസിപ്റ്റ് ഉണ്ട്, അവരുടെ അടുത്ത് ഇലക്ഷൻ ID ഉണ്ട്, ആധാർ ഉണ്ട്. ഒന്നും ഒരു തരത്തിലുള്ള പരിഗണനയാവുന്നില്ല. ഈ ഗൈഡ് ലൈൻസ് അവർ ഫോളോ ചെയ്യുന്നില്ല. പരാതി പറയേണ്ട പോലീസുകാരും വില്ലേജ് ഓഫീസറും തഹസിൽദാരുമാണ് ഈ ബുൾഡോസറുമായി വരുന്നത്. പിന്നെ ആരോടാണ് പരാതി പറയാം? മാത്രമല്ല ഇത് അറിഞ്ഞിട്ട് മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ മീഡിയക്ക് പ്രവേശനമില്ല. ഹേമന്ത വിശ്വ ശർമ്മ പറയുന്നത് കേരളം ബേസ് ചെയ്തുകൊണ്ടുള്ള ആളുകൾ ഇവിടേക്ക് വന്നാൽ അവരെ അറസ്റ്റ് ചെയ്യും, ജയിലിടുന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവും സുഖ്യ സുബൈറും അവിടെ ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ സന്ദർശിച്ചു. അപ്പോഴും ഭയങ്കരമായ ഫോളോ അപ്പ് ആയിരുന്നു, സർവൈലൻസ് ആയിരുന്നു, പോലീസ് വണ്ടികൾ നിരന്തരം വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രാജ്യത്ത് ഉള്ള നിയമത്തെ വില വെക്കാതെ ഈ രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആസാമിൽ നടക്കുകയാണ് ഹിമന്ത വിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ്, പക്ഷേ RSSകാരേക്കാൾ വലിയ RSSകാരാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തത്രപ്പാടിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ആ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതിനെതിരേക്കുള്ള നമ്മുടെ പോരാട്ടം അതാണ് ഞാൻ പറഞ്ഞ. അവിടെ നമുക്ക് ഈ ലീഗൽ ആക്ടിവിസവും ഈ RTI ആക്ടിവിസവും ഒക്കെ നമ്മളവിടെ ചെല്ലണോ അല്ലെങ്കിൽ ചെല്ലാതെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ ഇന്ന് എല്ലാം ഓൺലൈനിലും അതുപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. അത് ഉപയോഗപ്പെടുത്തൽ, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ പിടിച്ചു കെട്ടാനുള്ള അതിശക്തമായ മൂവ്മെന്റിന് മുസ്ലിം യൂത്ത് ലീഗ് മുന്നിൽ നിൽക്കുന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു ലെവൽ 2. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇടപെടലുകളൊക്കെ നമ്മൾ സമരം ചെയ്തപ്പോഴും വീട് തകർക്കപ്പെടുമ്പോൾ നമ്മൾ ഓടിയെത്തുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. ഒരാൾ കൂട്ടക്കൊലപാതകം നടന്നു, നമ്മൾ ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്നു. അവിടുത്തെ ഒരു ലെവൽ 2 താങ്കൾ പറഞ്ഞതുപോലെ ഇവരെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക. ഈ ഗൈഡ് ലൈൻസ് പാലിക്കാതെ പരാതി കേൾക്കേണ്ട തഹസിൽദാർ ബുൾഡോസറുമായി വീട്ടുമുറ്റത്ത് വന്ന് നിന്നാൽ ആ ബുൾഡോസറുകളെ തടയും. വീട് തകർന്നതിന് ശേഷം നിലവിളിക്കല്ല, വീട് സംരക്ഷിക്കാനുള്ള ഒരു കരുത്ത് അവർക്ക് പകർന്നു കൊടുക്കുക, അവനവൻ്റെ അവകാശം ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിന് വേണ്ടത് അവരെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുക എന്നതാണ്. ആ ലെവൽ 2 അവനവന് വേണ്ടി ചോദിക്കാനും പറയാനും അവർക്ക് ആത്മധൈര്യം കൊടുക്കുന്ന, TP തന്നെ തുടക്കം പറഞ്ഞതുപോലെ നമ്മുടെ അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു അഭിമാനബോധം അവരുടെ ഉള്ളിൽ കൊളുത്തി വെക്കുന്ന വലിയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി യൂത്ത് ലീഗ് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫണ്ട് കളക്ഷൻ ക്യാമ്പയിനൊക്കെ. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തന്നെ പുതിയ കമ്മിറ്റി വന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു കമ്മിറ്റി മുനവർ ശിഹാബ് തങ്ങൾ ദേശീയ സെക്രട്ടറിയായി വരികയാണ്. ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുണ്ട്. എല്ലാത്തിലും ദൈനംദിനം എന്നോണം ഇടപെട്ട് MP-മാരുടെ ഹാരിസ് മീരാനെ പോലുള്ള ആളുകൾ വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു പുതിയൊരു ഉണർവ് എല്ലാത്തിനെയും തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല പിന്നെ കുഞ്ഞാലി സാഹിബിന്റെ ഒരു സ്വാധീനവും അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയും, നമ്മളൊരു വിഷയം വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അദ്ദേഹം അത്
വളരെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നു, നമ്മളോട് ഗോ ഹെഡ് ഗവൺമെന്റ് പറയുന്നത് എന്താ പിന്തുണയും ഫോളോ ചെയ്യും. എവിടെയൊക്കെ നമ്മൾ പോയി എന്തെല്ലാം പ്രതിസന്ധിയിൽ അവർ ഇടപെടണം ആ സമയത്തൊക്കെ ടെലിഫോണിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫോണിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്നു, ഉടൻ ഫോളോ അപ്പ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മുടെ ഈ ഫണ്ട് കളക്ഷന്റെ ഭാഗമായിട്ടൊക്കെ വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് തരാനൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. ഇപ്പൊ അതുകൊണ്ട് നമ്മുടെ തലൈവർ നമുക്ക് ഭയങ്കര ഒരു അസറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ തമിഴ്നാടിന്റെ ഏറ്റവും മികച്ച ഒരു പുരസ്കാരം തഗൈസൽ തമിഴർ പുരസ്കാരം തലൈവർക്ക് ലഭിക്കും. ഞാൻ ഇന്നലെ ഭയങ്കരമായൊരു ചിത്രം കണ്ടു. ഇപ്പം ആ സ്റ്റാലിൻ കവിളത്ത് പിടിക്കും, അതിലൊരു മകനോട് പിതാവ് കാണിക്കുന്ന ഒരു വാത്സല്യത്തിന്റെ ചിത്രം. അത് പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിലും തലൈവര് സ്റ്റാലിന്റെ തോളത്ത്, അതിനകത്ത് തലൈവരുടെ മുഖത്തൊരു പിതൃവാത്സല്യവും സ്റ്റാലിന്റെ കണ്ണുകളിൽ അച്ഛനോടുള്ള വളരെ വൈകാരികമായ ഒരടുപ്പാണ്. തലൈവർ യഥാർത്ഥത്തിൽ മുനീറ മില്ലത്ത് തമിഴ്നാട്ടുകാര് വെറുതെ വിളിച്ചതല്ല, ഖൈദമില്ലത്തിന്റെ യഥാർത്ഥ പിൻഗാമിയാണ്. സത്യത്തിൽ നമ്മുടെ പാർട്ടിയുടെ ഒരു ബ്ലെൻഡിങ് ഭയങ്കരമായി. ഞാൻ പറഞ്ഞല്ലോ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് ഖൈദമില്ലത്ത് പറഞ്ഞത് തമിഴ്നാടിന്റെ ഏറ്റവും വലിയ ഒരു പുരസ്കാരം, ഡിസ്റ്റിംഗ്വിഷ്ഡ് തമിഴൻ എന്ന് പറയുന്ന തഗൈസാൽ തമിഴ് പുരസ്കാരം ഓഗസ്റ്റ് 15-ന് അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടുത്തെ മുഴുവൻ ഒഫീഷ്യൽസിനെയും തമിഴ്നാട്ടിലെ ജനങ്ങളെ മുഴുവനും സാക്ഷിയാക്കി ഖാദർ മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റിന് കൊടുക്കുമ്പോൾ അതാണ് ഓണറബിൾ എക്സിസ്റ്റൻസ്. അവിടേക്ക് നമ്മളുടെ ദേശീയ പ്രസിഡന്റിന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള രാഷ്ട്രീയം, അത് ഈ ഫാസിസ്റ്റ് കാലത്ത് ഒരു ചെറിയ രാഷ്ട്രീയമല്ല. അതാണ് ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ കമ്മ്യൂണിറ്റിയെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റ് ആവുന്ന കാലം, ഈ കേരളത്തിൽ ഈ ഇപ്പോൾ കാണുന്ന ഈ വർഗീയ രാഷ്ട്രീയം തലപൊക്കി വരുന്നൊരു കാലത്ത് തങ്ങളുടെ സൗഹൃദ സന്ദേശ യാത്രകൾ, തങ്ങളുടെ വത്തിക്കാൻ യാത്ര, എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നേതാക്കന്മാർ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഈ ഒരു ബഹുസ്വരതയിലുള്ള നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൂ. പാർലമെൻറ്റിലാണെങ്കിൽ വഹാബുക്ക, സമദാനി ഒക്കെ ഗംഭീരമായ ഇടപെടലുകൾ നടത്തുന്നു. നവാസ് ഗനി പോലും നല്ല മികച്ച പ്രകടനമാണ്. ഇപ്പോൾ ഹാരിസ് ബ വരുമ്പോൾ നമ്മുടെ പാർലമെന്ററി ടീമിനൊരു യൗവനം വരുന്നു, ഓഫീസ് വരുന്നു. നമ്മുടെ ഒരു ടീം ഇപ്പോൾ MSF ആണെങ്കിലും സാജു ഒക്കെ സജീവമായി ഇടപെടുന്നു. സാജുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അസറ്റ് എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. അതെ അതെ, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ബന്ധങ്ങളെ നിലനിർത്താനും ഉപയോഗപ്പെടുത്താനും. ഇപ്പൊ നമ്മുടെ പരിപാടിയിലേക്ക് ഇമ്രാൻ പ്രതാപ് ഗഡിയെ മാത്രമല്ല, ഇനിയിപ്പം മുസ്ലിം ലീഗിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ ഗസയിലേക്ക് അംബാസിഡർ, ഒരു മുസ്ലിം ലീഗുകാർക്കിടയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലെ രണ്ടിന്റെയും ഇടയിൽ ഒരു അംബാസിഡറുടെ ജോലി ചെയ്യുന്ന ആളാണ് സാജുവിന്റെ ആ ഒരു വൈബ്രൻസി MSFനെ തുടർന്ന് വളരെ ശക്തമായി കൊണ്ടുപോയി. ഞാൻ അന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ ദിവസങ്ങളോളം ഡൽഹി ലോക്തന്ത്ര സംരക്ഷണ മാർച്ചിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ നിങ്ങളുണ്ടാക്കിയിട്ടുള്ള MSFന്റെ ഒരു മേൽവിലാസത്തെ മനോഹരമായി കൊണ്ടുപോകാൻ സാജുവിന് കഴിയുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ഇതിന്റെ മാജിക് എന്നല്ല, ഒരാളെ പരിചയപ്പെട്ടാൽ പിന്നെ അവരും സാജുവും തമ്മിലൊരു സൗഹൃദം രൂപപ്പെടുന്നു. എല്ലാം കൊണ്ട് നമുക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ്. ജനങ്ങൾ നമ്മളെ സഹായിക്കാൻ തയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ ഇംദാദ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആളുകൾ എല്ലാവരും അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നമുക്ക് നന്ദി പറയുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ പറ്റുന്ന ഒരു ഉറപ്പ്, നിങ്ങൾ 1 രൂപ നൽകിയിട്ടുണ്ടെങ്കിൽ ആ 1 രൂപക്ക് 1000 രൂപയായി ഈ പാർട്ടിയെ ഉത്തരേന്ത്യയിൽ ശക്തിപ്പെടുത്തുന്ന ആ ഒരു പ്രവർത്തനം ഞങ്ങൾ നടത്തുമെന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഇവർക്ക് തീർച്ചയായിട്ടും നൽകാം കഴിയും. 1 രൂപ പോലും ഒരു നാണയത്തൊട്ട് എന്ന് വെച്ചാൽ ബാക്കി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ കെട്ടിടങ്ങളും എല്ലാം നമുക്ക് വിലമതിക്കാൻ കഴിയും. എപ്പോഴും പറയുമല്ലോ, മീൻ വാങ്ങി കൊടുക്കുക എന്നുള്ളത് പരിഹാരമല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കലാണ് പരിഹാരം. ആ അർത്ഥത്തിൽ അവരെ രാഷ്ട്രീയമായി സംഘടിപ്പിച്ചാൽ അവർ നിവർന്നു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞാൽ അത് വിലമതിക്കാനാവാത്ത വലിയ ഒരു അച്ചീവ്മെന്റ് ആവും. അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ഈ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കാൺപൂർ, മീററ്റ്, മുറാദാബാദ്, ഇങ്ങനെ പല സ്ഥലത്തും കിളച്ചു നോക്കിയാൽ മുസ്ലിം ലീഗ് ഉണ്ട്. അതെ തീർച്ചയായിട്ടും. ഇപ്പം ഖായിദ-മില്ലത്തിന് ശേഷം ബാഫക്കിത്തങ്ങളിലൂടെ, സെഡ് സാഹിബിലൂടെ, ബനാത്ത് വാലയിലൂടെ, CH-ലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് അവിടെ ഉണ്ട്. ഇപ്പോൾ 1979-ൽ CH മുഹമ്മദ് കോയ പ്രചരണത്തിന് വന്ന കാൺപൂരിലെ ഇലക്ഷൻ, ഇന്ന് സുലൈമാൻ സാഹിബ് INL ദേശീയ പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹം 1400 വോട്ടിനാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാൺപൂരിൽ പരാജയപ്പെടുന്നത്. മീററ്റിൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറും ഒക്കെ ഉണ്ടായൊരു കാലം, അസനുസമാൻ ബംഗാളിൽ ഉണ്ടായ കാലം, ഖമറുൽ ഇസ്ലാം ഗുൽബർഗയിൽ ഉണ്ടായ കാലം,
നമ്മുടെ ബനാത്വാല ഉൾപ്പെടെയുള്ള ആളുകൾ മഹാരാഷ്ട്രയിലുണ്ടായ കാലം. അങ്ങനെ നോക്കിയാൽ ഈ ഒരു മുസ്ലിം ലീഗിൻ്റെ വിത്തുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ആ സ്ഥലത്ത് ഒരല്പം വെള്ളം കുടഞ്ഞ് ഒരു JCB ഇറക്കി ട്രാക്ടർ ഇറക്കി ഒന്ന് കിളച്ചു മാറ്റിയാൽ നല്ല വിളവെടുപ്പുള്ള ഉത്തരേന്ത്യ മുസ്ലിം ലീഗിന് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. മീററ്റിലൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് അവിടെ കോർപ്പറേഷൻ, ഞാനും നമ്മുടെ ഷാക്കിറും അന്ന് 2-3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തതാണ്. 29 വർഷം മുമ്പ് നമുക്കിവിടെ കൗൺസിലർമാരുണ്ടായിരുന്നു, ഡെപ്യൂട്ടി മേയറൊക്കെ. പിന്നെ 30 വർഷത്തിനിടെ പലവട്ടം നമ്മൾ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല. ഇത്തവണ നമ്മളവിടെ ചെല്ലുമ്പോൾ റിസ്വാൻ അൻസാരി 11 സ്ഥാനാർത്ഥികൾ, അതിലെ ഏറ്റവും ചെറിയ വിഭവങ്ങൾ ചെലവാക്കിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. MIM-നൊക്കെ വേണ്ടി, സമാജ്വാദിക്ക് വേണ്ടിയിട്ടൊക്കെ വലിയ നേതാക്കന്മാർ വന്ന് ക്യാമ്പയിൻ ചെയ്തിരുന്നു. പക്ഷേ ഈ 10 പേരെയും തോൽപ്പിച്ച് 3 പതിറ്റാണ്ടിന് ശേഷം കോണി ചിഹ്നത്തിൽ പച്ചപ്പതാകയും പിടിച്ച് മീററ്റ് നഗരസഭയിലേക്ക് ഒരു മുസ്ലിം ലീഗുകാരൻ നടന്നു കയറി എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഗതിയല്ല. ഒരു ഹരിയാനയിലെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇപ്പോഴത്തെ അവിടുത്തെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, യൂത്ത് ലീഗിൻ്റെ ദേശീയ ഭാരവാഹിയുള്ള അസറുദ്ദീൻ ചൗധരി, അവിടെയും ഷാക്കിർ പോയി, നമ്മളൊക്കെ പോയതാണ്. ഇപ്പോഴും നമ്മൾ പോയിരുന്നു. 400 വോട്ടിനാണ് അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് പരാജയപ്പെട്ടത്. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങിയാൽ, നിങ്ങൾ പറഞ്ഞതുപോലെ നാഗ്പൂരിലെ അസ്ലം മുല്ല ഓപ്പറേറ്ററാണ്, ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവമുണ്ട്. സ്കൂള് ബനാത്വാല സാഹിബിന്റെ പേരിൽ ഒരു നാഗ്പൂർ നഗരസഭ നടത്തുന്ന ഒരു സ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ. അതുപോലെ തന്നെ അമരാവതിയിൽ നമുക്ക് കോർപ്പറേറ്റർമാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും വരാൻ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരു സജീവ സാന്നിധ്യമാവുകയാണെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഒരു തർക്കമില്ല. അത് താങ്കൾ പറഞ്ഞത് നല്ല TP പറഞ്ഞതാണ്. പണ്ട് ഈ പൂർവികന്മാർ എറിഞ്ഞുപോയ വിത്തുകൾ ഇപ്പോഴും ആ മണ്ണിൻ്റെ അടിയിലുണ്ട്. നമ്മളൊന്ന് ഇറങ്ങിയാൽ ആ വിത്തുകൾ പിന്നെയും ഒരു വലിയ തണൽമരമായി, ഒരു വലിയ ഹരിതവൃക്ഷമായി വളർന്നു പോകും. അതിനു വേണ്ടിയുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം എന്നതാണ്.